അവരോട് അരിസണ്ടായിട്ടല്ല. ഞാനും നിങ്ങൾ ഈ ചെയ്യുന്നത് ആ പള്ളിയിൽ കയറിയിട്ട് ഇപ്പം നിസ്കരിക്കുന്ന 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഏറെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അത്ര വലിയ അമലാണ്. അപ്പൊ ആ അമലിനെ എങ്ങനെങ്കിലും തോന്നിയതുപോലെ ചെയ്യുക എന്നത് ശരിയല്ലല്ലോ. അതിന് അതിൻ്റെതായ കർമ്മോ രൂപവും ഒരു ചന്തവും ചേലും അങ്ങനെയല്ല ഉണ്ട്. അതിന്റെ മട്ടം പോലെ വേണോ? തോന്നിയതുപോലെ എങ്ങനെങ്കിലും ഒരു സൈഡിൽ പോയിട്ടിരിക്കുന്ന, ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് കുത്തിരിക്കുന്ന, എങ്ങനെങ്കിലും കേട്ടിട്ട് പോകുന്ന അതിന് ഇബാദത്തും ചെല്ലല്ല. അത് ശരിയല്ല. അത് അദബ് കേടാണ്. അദബ് എന്നത് വലിയ കാര്യമാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം പഠിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇമാമുനാ ഷാഫിഈ വർക്കപ്പറ, നമ്മുടെ ഇമാം, കോടാനക്കോടി മുസൽമാന്റെ ഇമാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ നാവ് കൊണ്ട് പ്രവചിക്കപ്പെട്ട മഹാനായ ഇമാം, 1 നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ ഇമാം, എല്ലാം കൊണ്ടും അത്ഭുതകരമായ വിശിഷ്ടമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഇമാം, 7 വയസ്സിൽ വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഇമാം, 10 വയസ്സിൽ മുത്തുനബി തങ്ങളെ ഹദീസിന്റെ ഗ്രന്ഥമാകുന്ന മുവത്ത അത് കാണാതെ ബൈഹാർട്ടാക്കിയ മഹാൻ, അതുപോലെ തന്നെ 15ാമത്തെ വയസ്സിൽ നാടിന്റെ ഖാലിയായ ഇമാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? കാലാവസ്ഥയുടെ ചൂട്, പിന്നെ മനുഷ്യന്മാരെ ചൂട്, പിന്നെ പെട്രോളിനും ഡീസലിനെല്ലാം പൈസ കൂടിയ ചൂട്, എത്ര പൈസ കൊടുത്തിട്ട് മേങ്ങും മീനിക്കും കറിക്കും ഒരു ടേസ്റ്റ് ഇല്ലാത്ത ചൂട്, ഒട്ടാരെ ചൂടോട് ചൂട്. ഇത് മുണ്ടാട്ടൊന്നും തീരല്ല. നിങ്ങൾക്ക് അരിസം വന്നെങ്കിൽ എനക്കതിൽ ബേജാറൊന്നുമില്ല. നിങ്ങൾ നാളെ എന്നുള്ളത് തീരെ റാഹത്താന്നില്ല. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസൊക്കെ പോലാക്കട്ടെ. അദബെന്നത് വലിയ കാര്യമാണ്. അത് എല്ലാവർക്കും വേണം, എനിക്കും വേണം, നിങ്ങൾക്കും വേണം. പ്രത്യേകിച്ച് അള്ളാന്റെ പള്ളിയുടെ മുറ്റത്ത്, മഹാന്മാരുടെ ചാരത്ത്, ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ ഞാനും നിങ്ങൾ ഇരിക്കും. അദബ് ഫോളോ ചെയ്യണം. അദബെന്നത് വലിയ കാര്യം. അവന്റെ ഇബാദത്ത് കൊണ്ട് കാര്യമില്ല, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അവൻ വലിയ ആലിമായിട്ടും കാര്യമില്ല. അങ്ങനെ ആയിരുന്നല്ലോ ഇബ്ലീസ്. വലിയ ആലിമല്ലേ, വലിയ സുജൂദിട്ട ആളല്ലേ, സുഖലോക സ്വർഗത്തിലെ എത്രയോ കാലം അള്ളാഹ്ക്ക് ഇബാദത്തെടുത്തയാളാണ്. എന്നിട്ട് പോലും അള്ളാഹു തആല അവനെ പടിയടച്ചിട്ട് പുറത്തിട്ടു, അവനെ ലാനത്തിട്ടു, ശാപം വെച്ചോ. കാരണം എന്തറിയോ? അവൻ അദബില്ലാതെ പോയതാണ്. ഇൽമില്ലാത്തതിന്റെ കുറവല്ല, ഇബാദത്തില്ലാത്തതിന്റെ കുറവല്ല. അദബെന്നത് വലിയ കാര്യമാണ്. അദബെന്നത് മസ്റ്റാണ്. നല്ല പോലെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഇമാമുനാ ഷാഫിഈ, ഇമാമുനാ ഷാഫിഈ പറഞ്ഞല്ലോ, വലിയ ഇമാമാണ്, നമ്മുടെ ഇമാമാണ്. ആർക്ക് ഫാത്തിഹ ഓതുന്നെങ്കിൽ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതണം. ഞങ്ങൾ എല്ലാവർക്കും ഫാത്തിഹ ഓതുന്നല്ലേ? മുമ്പ് നിങ്ങൾക്ക് ഓതുന്നു, ശംസുൽ മതങ്ങൾക്ക് ഓതുന്നു, അജ്മീർ ഖാജാക്ക് ഓതുന്നു, ഇവിടെ മറവട്ട് കിടക്കുന്ന മാന്മാർക്ക് ഓതുന്നു. പക്ഷെ ഞങ്ങളെ ഇമാമുനാ ഷാഫി തങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതിയവർ വളരെ കുറവാണ്. കയ്യെത്താൻ ചെല്ലെങ്കിൽ ഇന്ന് എത്ര ആൾ ഓതിയിട്ടുണ്ടാവും? ആരും കയ്യെത്തണ്ട, കാരണം ആരും ഓതിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മഹാന്റെ പേരേക്കുമ്പോ വായു വളർന്നിട്ടിരിക്കണ്ട. ഇമാമുനാ ഷാഫിഈ, ഞാൻ ഇത് പറഞ്ഞ ഇമാം ഷാഫി തങ്ങളുടെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നതിന് ഞാൻ അദബിന്റെ കാര്യം പറയാം. അദബിന്റെ കാര്യം പറയാം. ഞാൻ വിഷയം മറന്നിട്ടൊന്നുമില്ല. ഞാൻ ഇത് തുടക്കത്തിൽ പറയുന്നതാണ്. നിങ്ങൾ നോട്ടീസിൽ കണ്ട വിഷയവും പറയും, ഉസ്താദ് അവர்கள் സൂചിപ്പിച്ച വിഷയവും പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹക്ക് പോലെ പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇത് ആമുഖമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇരുത്തം കണ്ടിട്ടാകുമ്പോ എനിക്കൊരു ബേജാറായി. ഫസ്റ്റ് ഇപ്പൊ ചേലയല്ല, അതങ്ങനെയാണല്ലോ. ചെല്ലി കൊടുക്കുമ്പല്ലേ, ചെല്ലി കൊടുക്കണമല്ലോ. മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ചെല്ലി കൊടുക്കണം. നിന്റെ പറച്ചൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കൊടുക്കണം നബിയെ. അവിടെ മിണ്ടാതിരിക്കണ്ട, മൗനം പാലിക്കണ്ട. മൗനം പാലിക്കാൻ പാടില്ല. അറിയാത്തത് പറഞ്ഞു കൊടുക്കണം. അരുതായ്മകൾ കാണുമ്പോ അതിനെതിരെ ഉത്ബോധനം നടത്തണം. അൽഹംദുലില്ലാഹ് ഇപ്പൊ മജ്‌ലിസ് ഒരു ചേലുംകോലായി. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ തോന്നിട്ടില്ല, അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ആയി. തോന്നിട്ടേ നിങ്ങൾ നേർച്ചല്ലേ എന്റെ വീട് നോക്കിയിട്ട് തോന്നിട്ടേ? അത് തോന്നി, എനക്ക് തോന്നി. ഇപ്പൊ റാഹത്ത. അത് ഈനൊരു ചന്തമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ല, ഇത് കേവലം ഇരുത്തല്ല. നിങ്ങളെ വരവ് വെറുതെയല്ല. നിങ്ങൾ വരുമ്പോ ചവിട്ടിയ ഓലോ ചവിട്ടടിക്കും. അല്ലാഹുവിന്റെ അടുക്കൽ എണ്ണിയാൽ തീരാത്ത കൂലിയുണ്ട്. ഈ
പോകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിന്റെ ആ പള്ളിയിൽ വെച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവിടെ നേരത്തെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനെ വരാതെ കാണുമ്പോ നിങ്ങൾ ബേജാറാണ്ട. കാരണം ഇവിടെ വന്നിട്ടിരിക്കാൻ, ഇവിടെ ഇത് വന്നിട്ട് കേൾക്കാൻ എല്ലാവർക്കും ചാൻസ് ഇല്ല. കാരണം ഇത് ഇബാദത്താണ്, ഇത് ഏറ്റവും വലിയ അമലാണ്. ഇവിടെ വന്നെത്താൻ, ഇവിടെ ഇരിക്കാൻ, ഈ പരിപാടിയിൽ സംഗമിക്കാൻ ആദ്യം വേണ്ടത് അയാൾക്ക് സമയമല്ല, മനസ്സല്ല, ആരോഗ്യമല്ല. ആദ്യം ഇവിടെ എത്താനും ഇരിക്കാനും വേണ്ടത് അള്ളാന്റെ തൗഫീഖാണ്. അത് ലഭിച്ചവരാണ് നിങ്ങള്, അത് ലഭിച്ചവരാണ് നിങ്ങള്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. അപ്പൊ ഈനോട് വല്ല അതവും ബഹുമാനവും ഉണ്ട്. അതവെന്നത് മുന്നേ വേണോ? ഇബാദത്തും ഇൽമും പിന്നെ അതവെന്നത് മുന്നെയാണ്. സഹാബത്തുൽ കിറാമിന് ആദ്യമായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചത് അതബാണ്. പിന്നെയാണ് നിസ്കാരവും നിലപാടും പഠിപ്പിച്ചത്. പിന്നെയാണ് ഓത്തും പൈത്തും പഠിപ്പിച്ചത്. പിന്നെയാണ് സ്വർഗവും നരകവും പഠിപ്പിച്ചത്. പിന്നെയാണ് ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചത്. ആദ്യമായിട്ട് നബി തങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചത് അതബും മര്യാദയാണ്. ആദ്യമായിട്ട് നബിതങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചത് അതബും മര്യാദയാണ്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇല്ലാത്തതോ തന്നെയാണ്. നല്ലോണം നിസ്കാരമുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നിസ്കാരമില്ലേ, നിലപാടില്ലേ. ഞങ്ങളെ പൊന്നുമോള് നോമ്പ് നോക്കുന്നില്ലേ, ഓതുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയില്ല. അഥവാ കാണിക്കേണ്ട സ്ഥലത്ത് അഥവാ കാണിക്കാൻ അറിയില്ല. എല്ലാവരും ഒരുപോലെ, പ്രായമുള്ളവരും ഒരുപോലെ, അലിമീങ്ങളും ഒരുപോലെ. ഏത് ഉസ്താദ് എന്നല്ലേ കേൾക്കുന്ന, എന്ത് കാലിറാന്നല്ലേ കേട്ട് അല്ലേ അല്ലേ? ഇന്ന് മാസം 1 കാലിയാർ പ്രഖ്യാപിച്ച്. അങ്ങനെ ഒരു ചങ്ങായത്തിൽ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചങ്ങായി കേട്ട് ഇത് പറഞ്ഞ് എന്താന്ന് പറഞ്ഞ മാസം കണ്ടറ നമ്മളെ കാലിയാർ ജല്ലി. ഏത് കാലിയറ ഒരു പണി നോക്കാൻ അയൽറായല്ലേ? ഇതാണ് ഞങ്ങളെ ലേറ്റസ്റ്റ് പുള്ളമ്മ. അതപ്പം നിസ്കാരമുണ്ട്. നിസ്കരിച്ചിട്ട് പോന്റെ നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ 3 ആൾക്കാർ കൂട്ടു ഉറൂസിന്റെ പേരേതാ. അത്ര വലിയ കല. എന്തിനത്? എന്ത് കാര്യം? അതുകൊണ്ട് അതബില്ലാത്ത നിന്റെ ഇബാദത്ത്, അതബില്ലാതെ ജീവിക്കുന്ന നിന്റെ അമൽ, അതബില്ലാത്തവനായി പെരുമാറുന്ന നിന്റെ ഈമാൻ, അതബില്ലാത്തവനായി നിലക്ക് നിലകൊള്ളുന്ന നിന്റെ ഇസ്ലാം അല്ലാഹ്ക്ക് വേണ്ട. അവന് സ്വർഗമില്ല. അതബ് കേടുന്നത് നല്ലോണം ജാഗ്രതാക്കണം. ഉമ്മാന്റെ പൊരുത്തക്കേടും ബാപ്പാന്റെ പൊരുത്തക്കേടും ആലിമീങ്ങളെ പൊരുത്തക്കേടും പ്രായമുള്ളവരുടെ മുമ്പിലുള്ള കുരുത്തക്കേടും ജാഗ്രതയാക്കണം. പാടില്ല. ഇതിനോടെല്ലാം ഞങ്ങൾക്ക് നല്ല ബഹുമാനം വേണോ? നിനക്ക് വരാൻ മനസ്സില്ലേ? ഈനെ തമാശയാക്കണ്ട. ഇരിക്കാൻ നിനക്ക് നേരമില്ലേ? ഈനെ ചെറുതായി കാണണ്ട. ഇവിടെ ഇരുന്നിട്ട് നിനക്ക് കേൾക്കാൻ മനസ്സില്ലേ? എന്നാലും നീ വരണോന്നില്ല. പക്ഷേ തമാശയാക്കണ്ട. അത് വലിയ കുരുത്തക്കേടാണ്. അത് അതബ് കേടാണ്. ഇമാമുന ശഫീ തങ്ങള് ഒരുപാട് കാലം പഠിച്ചിട്ട്, കിതാബ് ഓതിയിട്ട്, ഖുർആൻ ഓതിയിട്ട്, കാര്യങ്ങൾ പഠിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇന്നത്തെ പോലെ ഗടിഗടി വരാനുള്ള സമയമല്ലല്ലോ പണ്ട്. ഇന്നിപ്പോ ഡെയിലി ഓതുന്നു, പുറക്ക് വരുന്ന അല്ലേ? ഇപ്പൊ ഞങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് മാസത്തിലൊരു ലീവാണ് ഞങ്ങൾ പഠിക്കും. ഇപ്പത്തെ കാലത്ത് ദർസിന്റെ പോയി കിടക്കാൻ അധികവും വരില്ലേ? എപ്പോഴും ലീവ് തന്നെ. അങ്ങനെ സമാൻ ബദൽ ഗയ. പണ്ടത്തെ പോലല്ല. ഞങ്ങൾ പണ്ട് ദർസിലോതുമ്പോ ഞങ്ങൾക്ക് തലങ്ങണിയില്ല, ഒല്ലുമില്ല, എന്തുമില്ല. അടനീത്ത മാളിൽ പോയിട്ട് അടമിട്ടൊരു ഉറക്കന്നെ. ഇന്ന് ഞങ്ങൾ സംഘാടകർ, കമ്മിറ്റിക്കാർ, മുത്താലിമീങ്ങൾക്ക് തലങ്ങണി കൊടുത്ത്, കട്ടിലും കൊടുത്ത്, കിടക്കയും കൊടുത്തു. എന്നിട്ട് കിട ഇല്ലെന്ന് പറഞ്ഞാ എന്നൊരു തലങ്ങണി വേണം. എന്ന് നീ ആരന്റെ അടക്കം വെക്കോ? നീ ചിരിക്കാൻ പറയുന്നതല്ല. അതായത് സൗകര്യം നല്ലോണമുണ്ട്, എന്നിട്ടും ആളില്ല പഠിക്കാൻ. അപ്പൊ ഞങ്ങളെ കാലത്തല്ല ലീവ് 1 മാസത്തിലാണെങ്കിൽ ഇമാം ഷാഫി തങ്ങളെ കാലത്തോ
6 മാസം കൂടുമ്പോ കൊല്ലങ്ങൾ കഴിയുമ്പോഴാ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. മഹാനവറുകൾ പഠിക്കാൻ ചെന്നു. ഒരുപാട് കാലം അങ്ങനെ പഠിച്ചോ, ധാരാളം പഠിച്ചു, വല്ലാതെ പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് മഹാനായ ഇമാമുനാ ശഫീ തങ്ങള് തന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് എത്തുന്നു, ഉമ്മാനെ കാണുന്നു. കണ്ടപാട് ഉമ്മാട് പറയുകയാണ്, ഉമ്മ അസ്സലാമു അലൈക്കും ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഉമ്മ സലാം മടക്കിയിട്ട് ചോദിക്കുകയാണ്, പൊന്നു മോനെ നീ ആര്? നീ ആര്? ആര് മോനെ നീ ആര്? നീ എവിടെ നിന്ന് വന്നോ? എന്തേ വന്നോ? എന്തിനു വന്നോ? നീ എവിടെയായിരുന്നു? ആ സമയത്ത് മഹാൻ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ മോനാണ്, ഇമാം ഷാഫിയാണ്. ഷാഫിയാണ്, നിങ്ങളെ മോനാണ്. ആ സമയത്ത് ഉമ്മ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ആണുങ്ങ കേൾക്കണോ, പെണ്ണുങ്ങ കേൾക്കണോ, ബാല്യക്കാർ കേൾക്കണോ, ബാല്യക്കാരത്തി മോള് കേൾക്കണോ? ഇനി പറയുന്ന പോയിന്റ് നിങ്ങൾ കേൾക്കണോ? ഉമ്മ സലാം മടക്കിയിട്ട് ചോദിച്ചാര് മോനെ? മോനെന്ന് പറഞ്ഞപ്പോ, ഞാൻ മോനാണെന്ന് പറഞ്ഞപ്പോ ഉമ്മ തിരിച്ചു ചോദിക്കുകയാണ്, അല്ല മോനെ നീ എന്ത് പഠിച്ചിട്ട് വന്ന്? നീ എന്ത് പഠിച്ചിട്ട് വന്ന്? ആ സമയത്താണ് ഇമാമുനാ ശഫീ തങ്ങൾ പറയുന്നത്, അതേ ഉമ്മ ഞാൻ ധാരാളം ഇൽമ പഠിച്ചു, അദബും പഠിച്ചു. എങ്ങനെ പറഞ്ഞ അടുത്ത കൊല്ലം ഈ ചരിത്രം നിങ്ങൾ ചൊല്ലണോ? അടുത്ത കൊല്ലം ആരെങ്കിലും ഒരു ഉസ്താദ് ഉറൂസിന് വന്നിട്ട് ഇവിടെ വേലന് വന്നിട്ട് ഈ ചരിത്രം ചൊല്ലുമ്പോ നിങ്ങൾ അപ്പ അയാളി ചെല്ലണോ? ഇത് നിങ്ങൾക്ക് അറിയോ? അതിന് നിങ്ങൾ കേൾക്കുന്ന ആര് ചൊല്ലിയേ? നിങ്ങളുടെ പാട്ട് കേട്ട പോലെ ഇത് അങ്ങനല്ല, ഇത് ദീനാണ്, ഇത് പഠിക്കേണ്ടിയാണ്, ഇൽമാണല്ലോ, അത് അപ്പുറം പഠിച്ചെടുക്കേണ്ട വിഷയമല്ലേ. ഇമാമുനാ ശഫീ തങ്ങൾ പറഞ്ഞു, അതേ ഉമ്മ ഞാൻ ഒരുപാട് ഇൽമ പഠിച്ചോ, അദബും പഠിച്ചോ, എന്നിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, മോനെ നീ എന്റെ മോനല്ല, നിന്നെ വീട്ടില് കയറ്റാൻ കൊള്ളല. എന്റെ മോന് ഷാഫിയല്ല, നീയല്ല, പോയിക്കോ വയ്യൊക്കെ. മഹാൻ മടങ്ങുന്നു, ഉസ്താദിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. വക്കീർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ ഉമ്മാനെ കണ്ട? ഉമ്മാന്റെ അടുത്ത് പോയാ? മഹാൻ പറഞ്ഞു, അതെ ഞാൻ ഉമ്മാന്റെ അടുത്ത് ചെന്നു, ഉമ്മാനെ കണ്ടു. ഉമ്മാനെ കണ്ട് എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, നീ എന്റെ മോനല്ലാന്ന്, നീ എന്റെ മോനല്ലാന്ന്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, നീ എന്റെ മോനല്ല. ആ സമയത്താണ് ഉസ്താദ് ചോദിക്കുന്നത്, നീ എന്റെ മോനല്ല എന്ന് ഉമ്മ പറയണമെങ്കിൽ നീ ഉമ്മാട് ആദ്യം പറഞ്ഞത്? ഉമ്മ എന്ത് നിന്നോട് കേട്ടെ? നിന്നോട് ഉമ്മ എന്ത് ചോദിച്ചേ? ആ സമയത്ത് ഇമാം അവറുകൾ പറയുകയാണ്, എന്റെ ഉമ്മ ചോദിച്ചു, മോനെ നീ എന്താ പഠിച്ചിട്ട് വന്നേ? നീ എന്ത് പഠിച്ചിട്ട് വന്നേ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മാടുമ്മ ഒരുപാട് ഇൽമ പഠിച്ചു, അതുപോലെ അദബും പഠിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, നീ എന്റെ മോനല്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞെന്തറിഞ്ഞ, നീ പോയിട്ട് ഉമ്മാട് ചെല്ലും, ഉമ്മ ഞാൻ ഒരുപാട് അദബും പഠിച്ചു, ധാരാളം ഇൽമും പഠിച്ചു എന്ന് പറയും. നീ പറഞ്ഞത് ശരിയില്ല, കുറെ ഇൽമ പഠിച്ചു അദബും പഠിച്ചു എന്നല്ല പറഞ്ഞേ. അദബിനെ ഭിന്ദിക്കേണ്ടതല്ല, അദബ് മുന്നേ ചെല്ലണം. അദബ് മുന്നേ പറയണം, അദബാണ് മുന്നേ, മര്യാദയാണ് മുന്നേ, അതാണ് മിന്നെ വേണ്ടത്. നീ ഉമ്മാട് പോയിട്ട് ചെല്ല്, ഉമ്മ ഞാൻ നല്ലോണം അദബ് പഠിച്ചു, ഉമ്മ അങ്ങനെ ഇൽമും പഠിച്ചോ എന്ന് പോയി പറയണമെന്ന് പറഞ്ഞപ്പോ മോനതാ ഉമ്മാന്റെ അടുക്കലേക്ക് വരുന്നു. ഉമ്മ ചോദിച്ചു, ആരാ? മോനല്ലേ? അതെ. നീ എന്ത് പഠിച്ചു ഉമ്മ? ആ സമയത്ത് മഹാൻ പറഞ്ഞു, ഉമ്മ ഞാൻ ധാരാളം അദബ് പഠിച്ചു, ഉമ്മ ഇൽമും പഠിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമ്മ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാമുനാ ശഫീ തങ്ങൾ എന്ന മോനോട് പറഞ്ഞു, മോനെ നീ എന്റെ മോനാണ്, ഞാൻ നിന്നെ പറഞ്ഞയച്ചത് ഇൽമു പഠിക്കാനല്ല, അദബ് പഠിക്കാനാണ്. ഇൽമാർക്കില്ലാത്ത പോത്തിനില്ലേ ഇൽമു? പോത്തിന് ഇൽമില്ലേ? രാവിലെ കെട്ടയച്ചിട്ട് പോത്ത് മൂരി വൈകുന്നേരം മേഞ്ഞിട്ട് പുറക്ക് വരുന്നില്ല. അതിനാര് ചെല്ലി കൊടുത്ത നീ ബാക്ക് മാനേജ്മെന്റ് വണ്ടി വരുന്ന അതിന്റെ പിന്നെ ഈലെന്നെ പോയി ചെല്ലിച്ചു. അതിനില്ലേ ഇൽമ്? എല്ലാത്തിനും അതിൻ്റെതായ ഇൽമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഇൽമു മാത്രമല്ല, ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ബുദ്ധി തന്നിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു വ്യത്യാസമുള്ള, ഇൽമിന്റെ കാര്യത്തിലല്ല.
ഇൽമ അതിൻ്റെതായ ഇൽമല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇൽമ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് അദബാണ്. ഇന്നിപ്പോ ഇൽമുണ്ട്, നല്ലോണം ഇൽമുണ്ട്, ഇബാദത്തും ഉണ്ട്. ഓരോരുത്തർ നിസ്കരിച്ചിട്ട് പള്ളി നിൽക്കുന്ന പുറത്തേക്ക് സുജൂദും റുക്കു തന്നെ, ഓത്തും ബൈത്തന്നെ, റമളാനായി ചെല്ലേ വേണ്ട, മുസാഫ് താഴെ വെച്ചിട്ടേണ്ട വേണ്ട. എന്നിട്ട് ഉസ്താദുമാർ വരുമ്പോൾ, വലിയോർ വരുമ്പോൾ ഒരു സൈഡാന്ന്, അല്ലെങ്കിൽ ഒരു സൗണ്ട് കുറക്കുന്ന, അല്ലെങ്കിൽ ഒരു ബഹുമാനം കാണിക്കുന്ന, അതൊന്നുമില്ല. ഞങ്ങളെ ചക്കര് പള്ളിയും കണക്കേ, മക്കാമും കണക്കേ, റമളാനും കണക്കേ, ഷാബാനും കണക്കേ. ഇത് ഷാബാനാണ്, ബർക്കത്തിന്റെ മാസമാണ്. ഓപ്പറേറ്റർ ഇതിന് സൗണ്ട് ഒന്ന് കൂട്ടറ, നീ എന്തിനു കുറച്ചിന് അമ്മി അത് കൂക്കുന്ന, അതിനെന്താക്കുന്നത്, നീ സെറ്റാക്കണം, അതിന് കൂട്ട്, സൗണ്ട് കൂട്ടും, മതിയായിട്ട് എനക്ക് മതിയായിട്ടാ, ഇത്ര ഡിസ്റ്റൻസ് എങ്ങനെ ഞാൻ നിൽക്കും. ഈ അരുത്തൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ട് വരുന്നു, അങ്ങനെ നിഞ്ഞമ്പല. അൽഹംദുലില്ലാ നല്ല സൗണ്ടും കാര്യം. ഇങ്ങനെ എന്തോ ആയിട്ടാ എന്നെങ്കിലും ഇങ്ങനെ സൗണ്ട് കൂട്ടും, മതിയായിട്ടാ. നീ ആടെ പരിപാടി ഉണ്ട്, ഈടെ പരിപാടി ഉണ്ട്, സംഗതി നടക്കാൻ പരിപാടി എല്ലായിടത്തും ഉണ്ടാവും. നിങ്ങൾക്ക് ബേജാറായി ഞാൻ എന്താക്കുന്നത്, ഞാൻ പിന്നെ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്നൊന്നുമല്ല. ഉള്ളനെ വിളിച്ചത് ഞാൻ ആരും അരസപ്പെടാനൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടുമില്ല, ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടുമില്ല. പിന്നെ ഉള്ളത് ചെല്ലാതെ പോകുന്നതിന് അതിന്റെ ആവശ്യമില്ലല്ലേ. നിങ്ങൾ വയ്യ 10,000 രൂപ നേരിട്ട് ഞാൻ ഉള്ളനെ മൂടിയിട്ട് വെക്കണം. നിങ്ങത്ര ഏതോ ആകട്ടെ. അപ്പൊ അതവ് നല്ല ബഹുമാനം വേണം, നല്ല അതവ് വേണം. വലിയവരോട്, മുതിർന്നവരോട്, പ്രായമുള്ളവരോട്, ആലിമീങ്ങളോട്, സാദാത്യങ്ങളോട്, ജന്മം നൽകിയ മാതാപിതാക്കളോട്, അള്ളാന്റെ ദീനിന്റെ ശിആറുകളാകുന്ന പള്ളികളോട്, മക്കാമുകളോട്, ഇതുപോലെയുള്ള മജ്ലിസുകളോട് നല്ലോണം അതവ് വേണം. അവിടെ തേരാപാര നടക്കരുത്, അവിടെ ശബ്ദമുയർത്തി സംസാരിക്കരുത്, അവിടെ ഒച്ചയും ബഹളവും വെക്കരുത്. അവിടെ മുന്തിക്കേണ്ട കാര്യത്തിൽ മാത്രമേ നീ മുന്നേ പോകാൻ പറ്റൂ, അല്ലാത്തതിലെല്ലാം നീ പിന്തുണ. ഹബീബായ നബി തങ്ങളെ സഹാബത്തിനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞെന്തറിയാ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി തങ്ങളെ മുമ്പിൽ നിങ്ങൾ വെച്ചും മുണ്ടിരണ്ട, ഒച്ചത്തിൽ സംസാരിക്കണ്ട. നിങ്ങൾ വെച്ചു സൗണ്ട് എടുക്കാൻ കഴിയാ, നിങ്ങൾ ഉറക്കെ മിണ്ടരുത്. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത എല്ലാ ഇബാദത്തും, നിസ്കാരവും, ഓത്തും ബൈത്തും ചൊല്ലിയ തസ്ബീഹും ദിക്റും ഖുർആനും എല്ലാം നിഷ്ഫലമാകും കേട്ടോ. നിങ്ങളെ നിസ്കാരത്തിനെക്കാളും നിങ്ങൾ ചൊല്ലിയ ദിക്ർ തസ്ബീഹിനെക്കാളും വലുതാണ് അദബ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയേ. നബി തങ്ങളെ ശബ്ദത്തിനേക്കാളേറെ ഉച്ചത്തിൽ നിങ്ങൾ ഉണ്ടാന്ന് കണ്ട. നിങ്ങളെ സംസാരത്തിൽ മിതത്വം വേണം, നിങ്ങളെ ആംഗ്യത്തിൽ നല്ല മിതത്വം വേണം, എല്ലാത്തിലും നല്ല അതവും കാര്യങ്ങളും വേണം. അത് പ്രായമുള്ളവരുടെ മുമ്പിലായാലും അങ്ങനെ വയസ്സുള്ളവരുടെ മുമ്പിലായാലും. വയസ്സന്മാരെന്ന് പറഞ്ഞാൽ ചെറിയവരല്ലല്ലോ, പ്രായമുള്ളവര്, താടിമുടി നരച്ചവര്, പ്രായമുള്ളവര്, വയസ്സന്മാര്, അവരൊരു നാടിന്റെ റഹ്മത്താണ്, ബർക്കത്താണ്. എന്തിനേറെ പറയണ, അവരൊരു നാടിന്റെ കാവലാണ് അല്ലേ. വയസ്സന്മാരില്ലാഞ്ഞെങ്കിൽ ഞങ്ങൾ എപ്പോഴേ കത്തിട്ട് പോട്ടിയേ. ഏത് വയസ്സന്മാർ? ആ പീഡന്റെ തിട്ടലെതിരി എണ്ണന്തല്ല, കൂടെ നിസ്കരിച്ച് പറ്റി അവിടെ കട്ടൻ ചാവടിക്കും എണ്ണെന്ന്. അവൻ അതിലെ പോയിനാലോ അതോടെ സൗണ്ട്. പെണ്ണുങ്ങളെ ഭാഗത്ത് കുറച്ച് ശബ്ദം വിഷയമെല്ലാം കേൾക്കുന്നത്, വയല് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾ പഞ്ചായത്തിയാക്കുന്നതിലും ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. പക്ഷെ വയല് കേൾക്കാൻ വന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ ഓർക്ക് ഡിസ്റ്റർബ് ആവാൻ കഴിയാ. ഭയ്യ ഒരു ശാപം വെക്കും, ഇത് ഏടുന്ന് വന്നിനെ മലാമത്ത് അല്ലേ. ആ ശാപം കൊള്ളണം ഞങ്ങൾ. അപ്പൊ എല്ലാവരും നല്ല അടക്കത്തിൽ ഇരിക്കുക. കുറച്ചു നേരം മാത്രമല്ല, 1.5 മണിക്കൂർ കഴിയുമ്പോൾ നിർത്തും ഇൻഷാ അല്ലാഹ്. 9 കാലാകുമ്പോൾ തുടങ്ങി, ഇന്നലത്തെ പോലെ തുടങ്ങി ഇൻഷാ അല്ലാഹ്. പിന്നെ കൃത്യസമയത്ത് നമ്മൾ സമയം പാലിക്കണം എല്ലാത്തിനും. അത് പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് അപ്പുറപ്പുറെല്ലാം സാധാരണ അല്ല. ഞാൻ വരുമ്പോഴും അങ്ങനെ ദൂരത്ത് വരുന്നല്ലോ, റോഡ് ഏലെല്ലായി പോയി. അവസാനം നോക്കുമ്പോൾ ഒരു MLA MP ഒന്നും ഇല്ലാത്ത നാട്ടിലായി പോയി വന്ന് ഞാൻ. ആ റോഡ് ഏത് നാട്? ഞാൻ ഫസ്റ്റ് വന്ന് കണ്ട പാട് കേട്ടാണ് ഈ നാട്ടിൽ MP MLA. അപ്പൊ അങ്ങനെ കുറച്ച് ഒരു 5 മിനിറ്റ് ലേറ്റ് നന്നല്ല, നമുക്ക് സമയത്ത് തന്നെ തുടങ്ങി. ഏതോ ആട്ടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയസ്സന്മാർ എന്നത് ബർക്കത്താണ്, വയസ്സന്മാർ നാടിന്റെ കാവലാണ്. ലൗലാ ശുയൂഖുൻ
ലില്ലാഹി റുക്കഊ. മുസ്തഫ മഹാന്മാർ പറഞ്ഞല്ലോ, വയസ്സന്മാരെങ്ങാനും അല്ലാഹുക്ക് സുജൂദ് ഇടുന്ന, റുക്കൂ ഇടുന്ന, നല്ല മട്ടം പോലെ നല്ല ആദരവോടെ ഇബാദത്ത് എടുത്തിട്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആണുങ്ങളായ പെണ്ണുങ്ങളായ വയസ്സന്മാരെങ്ങാനും ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, അവരില്ലായിരുന്നുവെങ്കിൽ, വയസ്സുള്ളവരില്ലായിരുന്നുവെങ്കിൽ, സുബ്ബാലൈകുമുൽ അദാബുൽ ഔജഊ, അവിടെ അല്ലാഹുവിന്റെ തീമഴ വർഷിക്കുമായിരുന്നു, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമായിരുന്നു. അല്ലാഹ് അദാബ് ഇറക്കാതെ ഞങ്ങൾ ദേലമ്പാടികാരെ കാത്തെന്തറിഞ്ഞ നല്ലവരായ വയസ്സന്മാരുള്ളത് കൊണ്ടാണ്. നല്ലവരായ വയസ്സന്മാർ, എല്ലാ വയസ്സന്മാരും നല്ലവരും അല്ല, ഭൂലോക കൺട്രീസ് വയസ്സന്മാരും ഉണ്ട്. മംഗലം ചിരിക്കാൻ പറയുന്ന, അല്ലെങ്കിൽ ചിരിക്കണ്ട, ചിരിക്കുമ്പോൾ ഡൗട്ടുണ്ട് നിങ്ങൾ തന്നെയാണ്. നിസ്കരിച്ച് പുറത്താണ്. ഒരു നിസ്കാരം വിടല, ഒരു ജമാഅത്ത് വിടല, ബാങ്ക് കൊടുക്കുന്ന പിന്നെ പള്ളിക്കെത്തും, ബാങ്ക് കൊടുക്കുന്ന പിന്നെ പള്ളിക്കെത്തും. നല്ല കാര്യം തന്നെയാണ്, എല്ലാം കൊണ്ട് നല്ല തന്നെയാണ്. ഞാൻ ഇത് എല്ലാ വയസ്സന്മാരും ചെല്ലല്ല, നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളന് ചെല്ലം നൽകി നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ തകർപ്പേൻ ജി മടക്കാം അല്ല, അങ്ങനെയുണ്ട്. നല്ലോണം നിസ്കരിക്കും, ഭയങ്കര ഓത്തും തിക്കുറി എപ്പോൾ ഇതന്നെ. പക്ഷെ പുറത്തൊക്കെ എത്തിയാൽ എണ്ണലേ പണി, എണ്ണലേ പണി. അങ്ങനത്തെ അത് വലിയ ബേജാറ് വിഷയമല്ലേ? സത്യം പറഞ്ഞാൽ അവർ നാടിന്റെ കാവലുകളാണ്, അവർ ഒരു നാടിന്റെ ബർക്കത്താണ്, അവർ ഒരു നാടിന്റെ വെളിച്ചമാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഏതുവരെ അറിയാ? ഞങ്ങൾ 5 നേരം നിസ്കാരം അറിയലേ നിങ്ങൾക്ക്? അതിന്റെ എല്ലാം ഒരുപോലെ. റുക്കുവിന് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിന് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിൽ ഇരിക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലേ? എല്ലായിടത്തും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പോക്കുവരവിന്റെ തക്ബീർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് എത്ര വാൾട്ടർ മുഞ്ഞ്? എത്ര വാൾട്ടത്? ഇത് എല്ലാ നിസ്കാരത്തിന്റെ എല്ലാത്തിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലേ? ഒരിടത്ത് റുക്കുവിന് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യുന്ന? നിങ്ങൾ എന്തു ചെന്നില്ലേ? റുക്കുവിന് എണീക്കുമ്പോ എന്ത് ചെയ്യലെന്ന്? വിത്തർ പഠിച്ചാൽ ചെല്ലി, നിങ്ങൾ എന്നല്ലേ കേൾക്കുന്നത്? സമി അല്ലാഹു ലിമൻ ഹമീദ. റുക്കുവിന് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിന് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്നിട്ട് ഇരിക്കുമ്പോ അല്ലാഹു അക്ബർ, എന്നിട്ട് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ റുക്കുവിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോ അവിടെ അല്ലാഹു അക്ബർ അല്ല, സമി അല്ലാഹു ലിമൻ ഹമീദ. അതെന്തേ ചെയ്യായേ? അതെന്തേ മാറിയേ? എന്റെ അവിടേക്കും നല്ലത് അല്ലാഹു അക്ബർ ആക്കാമായിരുന്നില്ല. എന്റെ മാറിയേ? അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്, ഒരു വയസ്സനെ ബഹുമാനിച്ച ചരിത്രമുണ്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു വരികയാണ്. ബാങ്ക് കേട്ടോ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടോ. പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പോരല്ലോ, പള്ളിയിലാണല്ലോ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരവാസികളായ ആണുങ്ങൾക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. അവരുടെ നിസ്കാരം പള്ളിയിൽ മാത്രമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട നേരം അലി റളിയല്ലാഹു അൻഹു പാഞ്ഞു വരുന്നു. എങ്ങനെ? നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, നബി തങ്ങളെ കൂടെ ഒന്നാമത്തെ റക്അത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിലെ ഫസ്റ്റന്നെ കൂടണം. ജമാഅത്ത് കിട്ടാൻ സലാം വീട്ടുന്നതിന് മുന്നേ കൂടിയാ മതിയല്ല, അല്ലേ? അല്ലേ? സലാം വീട്ടുന്ന മുന്നേ കൈ കെട്ടിന്ന് കണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടും, ഫുള്ള് കിട്ടുക. അതങ്ങനെ ഫുള്ള് കിട്ടുന്ന 4 റക്അത്തിന് ഫസ്റ്റ് വന്ന അയാൾക്കും നീ വന്നിട്ട് ഈ 59 കൂടി നിനക്ക് ഒരു പോലെ ഫുള്ളാ. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ ചങ്കിയാതില്ലേ? ഫുള്ളാണ്. അങ്ങനെ ഫുള്ള് കിട്ടുന്നത് ഫുള്ള് കിട്ടോ? ആർക്ക് ഫുള്ള്? ഫുള്ള് അയാൾക്ക്. അയാൾ തുടക്കത്തിലേ ഉണ്ട് അവിടെ വന്നിട്ട്, അയാൾക്ക് ഫുള്ള്. അങ്ങനെ ഫുള്ള് കിട്ടല്, ഫുള്ള് കിട്ടല്ല. മംഗളത്തിന് ഫസ്റ്റ് പോയെങ്കിൽ നല്ല ഉഷാറിലുണ്ടാവും, ഫുഡും കാര്യമല്ലോ. കോയിന്റെ ചണ്ണയും കച്ചമ്പോറും ഡബിൾ ഡബിൾ എല്ലാം ഡബിൾ ഡബിൾ. അവസാനം ലാസ്റ്റ് പോകുമ്പോ 2:30 മണി 2:20 പോയി പിന്നെ എന്തുള്ളാടെ? എന്തില്ല, കാല് നീറുള്ളിയുള്ള സാമ്പാർ, സവാള ഇട്ട ഇത് കച്ചമ്പർ മാത്രം, വേറൊന്നുമില്ല. ഇങ്ങനെ തോണ്ടിട്ട് നോക്കിയാൽ അത് മാത്രം കാണുന്നത്, വേറൊന്നുമില്ല. അതന്നെ പിന്നെ അതന്നല്ലോ കിട്ടേണ്ടിയേ. അങ്ങനല്ലേ പിന്നെ എന്റെ കർമ്മം അങ്ങനല്ലേ?
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ അലിയാർ തങ്ങൾ പാഞ്ഞു വരികയാണ്. റക്അത്ത് മിസ്സാവരുത്, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാതെ പോവരുത്. അലി റളിയല്ലാഹു അൻഹു പാഞ്ഞു വരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പാഞ്ഞു വരുന്ന നേരത്ത് അതാ എതിരിലൊരു വയസ്സനായ മനുഷ്യൻ നടക്കുന്നുണ്ട്. എതിരിലൊരു വയസ്സനായ മനുഷ്യൻ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. വയ്യാണെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ദേലമ്പാടി റോഡ് പോലെ വിശാലമല്ല, അകലമില്ല. കുടുസായ വഴി, ഒരാൾക്ക് മാത്രമേ നടക്കാൻ പറ്റുന്ന വഴി. അങ്ങനെയുള്ള വഴിയിലൂടെ ധൃതിയോടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ, മുസ്തഫായ നബി തങ്ങളെ നിസ്കാരത്തിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കാൻ, ജമാഅത്തിന്റെ കൂലി തുടക്കത്തിലേക്ക് കിട്ടാൻ വേണ്ടി പങ്കെടുക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു പാഞ്ഞു വരികയാണ്. അങ്ങനെ വരുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ്, മുമ്പിലതാ ഒരു വയസ്സിന് നടക്കുന്നു. വളരെ പതുക്കെ മന്ദഗതിയിൽ പമ്മിയിട്ട് നടക്കുകയാണ്. അയാൾ ക്ഷീണിതനാണ്, അയാൾ അവശനാണ്. ആ പ്രായം നല്ലോണം ഉണ്ട്. അയാളെ ഓവർടേക്ക് ചെയ്തിട്ട്, അയാളെ സൈഡാക്കിയിട്ട്, അയാളെ ഊന്തിയിട്ട് ജമാഅത്തിന് പോവാൻ അലിയാർ തങ്ങൾക്ക് മനസ്സ് വന്നില്ല. നിങ്ങ എന്നെ നോക്കുന്നയാ മുഹമ്മദ് നോക്കുന്നയാ എന്നല്ലേ? അലി റളിയല്ലാഹു അൻഹു എന്ന ഈമാനുള്ള ബാല്യക്കാരൻ, അദബും മര്യാദയുള്ള ബാല്യക്കാരൻ, വയസ്സന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിച്ചിട്ടുള്ള ബാല്യക്കാരൻ ഓവർടേക്ക് ചെയ്തില്ല, അയാളെ ഊന്തിയിട്ടില്ല, അയാളെ മറികടന്നില്ല. എന്നാലും മനസ്സിൽ വല്ല ആശയുണ്ട്, ജമാഅത്ത് മിസ്സാവരുത്, നബി തങ്ങളെ ഒന്നാമത്തെ റക്അത്ത് തന്നെ കിട്ടണം, അത് കിട്ടാതെ പോവരുത് എന്നാഗ്രഹിച്ചിട്ട് പിന്നെയും ധൃതിയിലൂടെ വരുമ്പോ ഈ വയസ്സനാണ് അഡം നിൽക്കുന്നത്. അയാളെ ഓവർടേക്ക് ചെയ്യാൻ ഒരു മനസ്സ് വരുന്നില്ല. ഏതുവാകട്ടെ അങ്ങനെ സമാധാനത്തിൽ വന്ന് അങ്ങ് പോയി അങ്ങണങ്ങും തിരിയാനൊരു ചാൻസ് കിട്ടുന്നത് നോക്കിയായില്ല. അയാളെ ഒരു സൈഡിലെ ബിസ്ക്കറ്റ് എതിർക്ക് പോകാനാന്നാ നോക്കിയായില്ല. പക്ഷെ നിങ്ങൾ സൈഡ് നിൽക്കി കാക്ക എന്നോ ഞാൻ പോട്ടെ കണക്ക് നിസ്കരിക്കണം ചെല്ലാൻ ഇയാൾക്ക് മനസ്സ് വന്നില്ല. എന്റെ കാരണം വയസ്സല്ലേ, അവർ അതപുള്ളവരല്ലേ. ഞങ്ങൾക്കെന്ത് വയസ്സ്? ഞങ്ങൾ ഇന്നത്തെ ചെക്കന്മാർക്ക് എന്ത് വയസ്സ്? അവർക്ക് വയസ്സ് മറച്ച് കണക്കണ്ട. ഏതോ ഒരു ബാല്യക്കാരൻ കോളേജിന്റെ ബാലക്കാരത്തി എന്തോ തോന്നുന്നു ബസ്സിലുണ്ടായിരുന്നല്ലോ മുഞ്ഞാൽ ഹൗസ് ഫുൾ എല്ലാവരും സീറ്റിലിരുന്നാണ്. എല്ലാവരും അവരവരെ ബാഗും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. കോളേജ് കുമാരന്മാർ, ഡിഗ്രിക്കും PGക്കും പഠിക്കുന്നവർ, +2നും +3ക്കും സ്റ്റേജ് ഫുള്ള്, സീറ്റ് ഫുള്ള്. അപ്പൊ കണ്ട ഒരു വയസ്സിനെ ഒരു മനുഷ്യൻ എന്തോ ഗവൺമെന്റ് ആശുപത്രിക്ക് പോയിട്ട്, സർക്കാർ ആശുപത്രിക്ക് പോയിട്ട് BP എന്തോ ചെക്കാക്കിട്ട് വരുന്നത്. ഷുഗറിന്റെ മുദ്ദ അത് ചെക്കാക്കണമെന്ന് തന്നെ ഇല്ല. അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് മാതൃകയാകുന്നത്, പാഠമാകുന്നത്, അതെന്താണ്, കുരുത്തമെന്താണെന്ന് പഠിക്കേണ്ടത് അവരിൽ നിന്നിട്ടാണ്. അലി റളിയല്ലാഹു അൻഹു വയസ്സനായ മനുഷ്യനെ ഓവർടേക്ക് ചെയ്യാതെ, എന്നാലും വളരെ ധൃതിയോടെ, വളരെ സ്പീഡോടെ, നല്ല താല്പര്യത്തോടെ നബി തങ്ങളെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ പാഞ്ഞു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുകൂഇലേക്ക് പോയിരിക്കും. അലിയാർ തങ്ങളെ പള്ളിയിലേക്ക് എത്തുമ്പോ കാണുന്നത് റുകൂയിലാണ്. നബി തങ്ങൾ റുകൂയില. പക്ഷേ ഇന്നോളം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് റുകൂ നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ നിസ്കാരത്തിനും റുകൂയിൽ തന്നെ സംബന്ധിച്ചയാളാണ്. മഹാനർക്ക് മനസ്സിന് വല്ലാത്ത ബേജാറായി. അല്ലാഹ്, ഇന്നൊരു റക്അത്തിന്റെ കൂലി പോയല്ലേ, ജമാഅത്തിന്റെ കൂലി കിട്ടുമെങ്കിലും ഫുള്ളായിട്ട് കിട്ടലാലോ, എനിക്ക് റക്അത്ത് നഷ്ടപ്പെട്ടല്ലോ. നബി തങ്ങൾ റുകൂയിലല്ലേ, എന്നാലും സാരമില്ല, ജമാഅത്ത് കിട്ടിയല്ല. നബി തങ്ങളെ ജമാഅത്ത് തീർന്നിട്ടില്ലാലോ, സലാം വീട്ടിയിട്ടില്ലാലോ എന്നറിഞ്ഞപ്പോ മഹാനായ അലിയാർ തങ്ങളെ, ഹബീബായ നബി തങ്ങളെ റുകൂയിൽ കിടക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു അൽഹംദുലില്ലാ പറഞ്ഞിട്ട് മഹാൻ പാഞ്ഞു വരുന്നു, നിയ്യത്ത് വെക്കുന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു, നബി തങ്ങളെ കൂടെ റുകൂഇന് പോകുന്നു. ഈ അൽഹംദുലില്ലാ ചൊല്ലിയിട്ട് പാഞ്ഞു വന്നിട്ട് കൈകെട്ടുന്ന നേരം മുസ്തഫ നബി തങ്ങൾ റുകൂഇന് എണീക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളെ മുകളിലേക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകിനെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് പറയുകയാ, നബിയെ തല പൊന്തിക്കണ്ട നബിയെ,
ഒരാള് കാത്തു വരുന്നു നബിയേ, പാഞ്ഞു വരുന്നു നബിയേ, പ്ലീസ് വെയിറ്റ് നബിയേ. കാത്തിരുന്നോ മുസ്തഫ നബി തങ്ങളെ റുക്കു അങ്ങനെ നീണ്ട സമയത്തതാ അലി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് പാഞ്ഞു വന്നു, നിയ്യത്ത് വെച്ചു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് കൈകെട്ടുകയാണ്. റുക്കുവിനങ്ങ് പോയ നേരത്തെ എണീക്കാൻ വേണ്ടി റസൂലുള്ള പൊന്തിയ നേരം അവിടെ നിന്ന് ഉപയോഗിച്ച വാക്കെന്തറിയാ? സമിഅല്ലാഹു ലിമൻ ഹമീദാ. അല്ലാഹനെ സ്തുതിച്ച ഒരാളുടെ സ്തുതി അല്ലാഹ് കേട്ടിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. അതാണ് അയാൾക്ക് ജമാഅത്ത് കിട്ടിയത്, റുക്കൂ കിട്ടിയത്. ഖാല റസൂലുള്ളാഹ് സമിഅല്ലാഹു ലിമൻ ഹമീദ. അങ്ങനല്ലേ ചെന്ന ഞാൻ മോലെ റുക്കൊന്ന് പൊന്തുമ്പോ അങ്ങനല്ലേ ചെന്ന. എന്താ അർത്ഥം? എന്റെ എല്ലായിടത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു കൂടി അല്ലാഹു അക്ബർ തന്നെയാക്കല്ലേ. അതിന്റെ അവിടേക്ക് ബേറാക്കാൻ കാരണം അലി റളിയല്ലാഹു അൻഹു ആണ്. മഹാൻ പറഞ്ഞിട്ട് വന്ന അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് കിട്ടിയല്ല. നിവിധങ്ങളൊക്കെ ജമാഅത്തും കിട്ടി, റുക്കുവും കിട്ടിയല്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോഴാണ് നിവിധങ്ങള് കാരണം കിട്ടാൻ കാരണം അറിയാ? ആ മഹാന്റെ വലിയ അതും അയാൾ ലേറ്റായ എന്തേ? ബാങ്ക് കേട്ടിട്ട് ഞങ്ങളെ പോലെ കൂർക്കം വലിച്ചിട്ട് പറഞ്ഞില്ലല്ലാടെ. മഹാൻ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ മുമ്പിൽ ഒരു ബയസനടി, ബയസനാരി അവനാണ് ഇബ്ലീസ്. മഹാനര ജമാഅത്ത് മുടക്കാൻ, കൂലി മുടക്കാൻ മനുഷ്യക്കോലത്തിൽ അവന് മുന്നിൽ നിന്നു. പക്ഷേ അലിയാർ തങ്ങളത് അറിഞ്ഞില്ല. എന്തായാലും ഇബ്ലീസായാലും ആരായാലും ബയസനല്ലേ, പ്രായമുള്ള ആളല്ലേ. അവരെ മുമ്പിൽ ധൃതി കൂട്ടണ്ടാലോ, ഓവറാക്കണ്ടാലോ, സ്പീഡ് കൂട്ടണ്ടാലോ, അതപകേട് വന്നു പോണ്ടാലോ, വച്ചയിടണ്ടാലോ. ആ ഒരു ചിന്ത മാത്രമാണ് അലിയാർ തങ്ങൾക്കുണ്ടായത്. ആ ചിന്ത അല്ലാഹ് സ്വീകരിച്ചോ. സമിഅല്ലാഹു ലിമൻ ഹമീദ. ഒരു ചരിത്രം അങ്ങനെയാണ്. സമിഅല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയാൻ കാരണം എല്ലായിടത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കൂടെ മാത്രം സമിഅല്ലാഹു ലിമൻ ഹമീദ ചെല്ലാൻ കാരണോ? അതിൽ ഒരു ചരിത്രം ഇങ്ങനെയാണ്. ബഹുമാനം നോക്കി നിങ്ങൾ, ഇസ്ലാം എത്ര ബഹുമാനത്തിന് സ്ഥാനം കൊടുത്തു. ഇന്ന് നിസ്കാരവും നിലപാടും ഓത്തും ബൈത്തും തലല് തൊപ്പിയും എല്ലാം ഉണ്ട്. പക്ഷെ പള്ളിയിൽ പോയി അങ്ങനെ ഇരിക്കണം എന്നറിയാലേ. വെള്ളിയാഴ്ച വരെ കാണുന്നില്ല. വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ഓരോരുത്തർ ഇരിക്കുന്ന കാണുന്നില്ലേ? ബിരിയാണിന്റെ ബട്ടന്റെതിലിരുന്ന പോലെ ഒരുത്തൻ ആ സൈഡിലേക്ക് ചാരിയിട്ട്, ഒരുത്തൻ കാള് കുത്താക്കിയിട്ട്, ഒരുത്തൻ മുട്ട് മടക്കിയിട്ട്, ഒരുത്തൻ മൊബൈൽ നോക്കിയിട്ട്, ഒരുത്തൻ മൂക്കിനുള്ളൊക്കെ കൈയിട്ടിട്ട്. ഇത് അടുത്ത കഥ അല്ല, ഇവിടെ തന്നെ കഥ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നോക്കി. പള്ളിയിൽ കയറിയാണ് ഇരിക്കണം. മുസ്താബിൽ ചെയ്യലാണോ? എല്ലാം എത്ര കൊല്ലായി? 2 പതിറ്റാണ്ടിലേറെയായി ബഹുമാനപ്പെട്ട ദാരി മുസ്താദ് ഞങ്ങൾ ഈ നാട്ടിൽ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. 1 നൂറ്റാണ്ട് പഴക്കമുള്ള കറാമത്തുള്ള പള്ളിയാണ്, പരിസരമാണ്. അല്ലാഹു തആല പള്ളിന്റെ ബർക്കത്തും എല്ലാം നമുക്ക് 2 ലോകത്തും നൽകട്ടെ. ആ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, മദദ് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നല്ല ഉദ്ദേശങ്ങളെ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ആ നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയിൽ 2 പതിറ്റാണ്ടിലേറെയായി നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്. എത്ര കാലമായി വെള്ളിയാഴ്ച വയലിൽ എന്ന് നിങ്ങൾ എതിരിലിരിക്കി ഫസ്റ്റത്തെ സഫിലേക്ക് ബേരി കുത്തുബ് കേൾക്കുമ്പോ ഇങ്ങനെ ഇരിക്കണോ? എന്നിട്ടും നായിന്റെ പാല് ഓണ്ടിലിട്ട് നേരാവലുണ്ട. ഓ ഇപ്പോൾ ആടന്നുണ്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട്. പള്ളിയിലേറി അങ്ങനല്ലേ ഇരിക്കണ്ടി. അതിനൊരു അദബും മര്യാദയുണ്ട്. നീ കുറെ നിസ്കരിക്കണ്ട. നിസ്കാരം 2 റക്അത്ത് ജുമാ മാത്രം മതി. വേണമെങ്കിൽ മുന്നേ പിന്നെയുള്ള സുന്നത്ത് നിസ്കരിച്ചോ. കുറെ 35 റക്അത്തൊന്നും നിസ്കരിക്കണ്ട. പക്ഷെ അദബ് മുന്നേ പാലിക്കണം. ആ 14,000 ആണ്ട് സ്വർഗത്തിലുണ്ടായിരുന്ന ചങ്ങായിന് അള്ളാഹു ചെവിന്റെ കുറ്റി പിടിച്ചിട്ട് ലൈനത്തിട്ടിട്ട് പുറത്തേക്കിടാൻ കാരണം അവൻ കുറെ നിസ്കരിക്കാഞ്ഞിട്ടല്ല, അവൻ അതബില്ലാത്തഞ്ഞിട്ടാണ്. അവൻ ബഹുമാനിക്കേണ്ട ഇൽമുള്ള ആളെ ബഹുമാനിച്ചില്ല. പള്ളികളെ ബഹുമാനിക്കണം, ആദരിക്കപ്പെടണം, മക്കാമുകൾ ബഹുമാനിക്കപ്പെടണം. അവിടെ വച്ചയുമ്പാളും ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ വയലിന്റെ മജ്ലിസിൽ വന്നിട്ട് കിട്ടിയ സീറ്റ് പോയിട്ടിരിക്കേണ്ടതല്ല. അതിനൊരു ചന്തവും ചേലും ഉണ്ട്. അതതിന്റെ മട്ടം പോലെ ഫോളോ ചെയ്യണം. അള്ളാഹു ഞങ്ങളെ ഇരുത്തും ദുനിയാവിലും ആഖിറത്തിലും ചന്തത്തിലാക്കട്ടെ. ഇതിന്റെ പ്രതിഫലം ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചുപോയവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ നല്ലൊരു അമല് നാളെ സ്വർഗത്തിലെ കടക്കാനുള്ള വലിയൊരു അമലായി അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇനി ഞമ്മ വിഷയത്തിലേക്ക് വരാം. അത് ഫസ്റ്റ് ജില്ലയിൽ നിങ്ങൾ മജ്ലിസ് കാണുമ്പോൾ ചെല്ലേണ്ടി വന്നു. കൊല്ലത്തിൽ ഒരു ഉറൂസെല്ലാം എപ്പോഴും ഇല്ലല്ലോ. അതിൽ ചന്താണോ ചേലാണോ?
അൽഹംദുലില്ലാ നല്ല മജ്ലിസ് കാണുമ്പോൾ നല്ല മനസ്സിനൊരു സുഖം. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ തന്നെ ഇടയ്ക്കും തന്നെ ഉസ്താദ് ചൊല്ലി നേരെ കയറുന്ന തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ ഉസ്താദിൻ്റെ പ്രായവും ഉസ്താദിൻ്റെ ഇൽമും ബഹുമാനിച്ചിട്ട് ഞാനെന്തും കേട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കേൾക്കട്ടെ, എനിക്കൊരു സിയാർത്താക്കാനുണ്ട് ഉസ്താദ്, മുന്നൊരു സിയാർത്താക്കല്ലേ, ഞാൻ സിയാർത്താക്കിയിട്ട് ഉസ്താദ് ചൊല്ലി ഞങ്ങൾ കൂട്ടു പ്രാർത്ഥന എല്ലാക്കിയിട്ട് വന്ന് ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് കയറാം. അപ്പം ഞാൻ പിന്നെ ഉസ്താദിൻ്റെ ഒന്നും കേട്ടുമില്ല, ഞാൻ സിയാർത്താക്കിയിട്ടുമില്ല. വേണ്ട ഒരു അത് അപ്പുറം പോകണ്ട, ആ ഉസ്താദ് കയറാൻ എനിക്ക് തോന്നിയ അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരു സമാധാനം റാഹത്തുമായി. മാഷാ അല്ലാഹ്, ശാന്തമായ ഒരു സ്ഥലം, നല്ലൊരു മജ്ലിസ്. ചിലയിടത്തല്ല ഉറൂസിനല്ല, ഞാനിപ്പോൾ സാധാരണ നമ്മൾ വയതിന് പോകുന്നവരനല്ലേ ഉസ്താദും ഞാനും ആശുപത്രി ആരായെങ്കിലും ഞാൻ കാണുന്നുണ്ട്. യാ റബ്ബേ, ജഗ ബോഗ, ഒരു ഭാഗത്ത് വാഹനം, കടലമിഠായി, പുഗ്ഗ, ബലൂണ്, ചർമുരി കച്ചമ്പർ, ഡിസംബർ, ഫെബ്രുവരി. വയലിൻ്റെ അവിടെ ആരുമില്ല, വയലിൻ്റെ അവിടെ ആരല്ല. ഉറൂസ് കമ്മിറ്റി ഒരു 35 ആൾ വോളണ്ടിയർമാർ തിരിച്ചെടുത്തിന് ഓരെല്ലാം ഉള്ള പെണ്ണുങ്ങളെ തീരുമാനിക്കും. വോളണ്ടിയർ ക്യാപ്റ്റൻ മാത്രം ആടേണ്ടത്, എന്താ ആടെ ഇപ്പൊ കൺട്രോൾ തപ്പിന് ആടല്ല, ഓന് കൺട്രോൾ തപ്പീന്, ഓൻ പോയിട്ട് ആടെ തന്നെ. അതൊന്നും ഈടയില്ല. അൽഹംദുലില്ലാ നല്ല റാഹത്താണ്, നല്ല ഒരു ആത്മീയമായ ഒരു മജ്ലിസ് ചെന്ന ഈനെ. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കുന്നതല്ല, ആത്മീയ മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു ആത്മാവിനൊരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഞങ്ങളെ ഭാരങ്ങൾ മറക്കുന്നു, ഞങ്ങളെ തലന്റെ തലകനം മറക്കുന്നു, ഞങ്ങളെ വിഷമങ്ങൾ ദുഃഖങ്ങൾ മറക്കുന്നു, ഞങ്ങളെ പരാതികൾ പരിഭവങ്ങൾ മറക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ കൽബിന്റെ അകത്ത് അല്ലാഹുവിനെ നല്ലോണം ഓർമ്മ വരുന്ന മനസ്സിനെന്തോ ഒരാനന്ദമാണ്. അല്ലാഹു ജീവിക്കുന്ന കാലങ്ങൾ അത്രയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സലാമത്തും റാഹത്തും നൽകട്ടെ. ഞങ്ങളെ നാടിന്റെ ഇസ്സത്തും അഭിമാനവും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഞങ്ങളെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടിൽ തന്നെ ഇരിക്കട്ടെന്നല്ല, ഓട് മാറ്റി ചിലപ്പോൾ ആക്കണം. ഒരു ഇമ്പ്രൂവ്മെന്റ് എല്ലാം പോണോ, എന്നാലും പള്ളിയെല്ലാം അങ്ങനെ തൊടാൻ നിൽക്കണ്ട. അൽഹംദുലില്ലാ ഇപ്പൊ ഇങ്ങനത്തെ പള്ളി തേടേം കാണാൻ, ഇപ്പൊ എല്ലാം ലേറ്റസ്റ്റ് പള്ളിയല്ലേ. അല്ലാഹ്, ഇപ്പോഴത്തെ പള്ളിയെല്ലാം ഓരോന്ന് കാണുമ്പോൾ എന്തോ ഒരു മോഡൽ, എന്തെല്ലാം മോഡല്. പള്ളി മോടി പിടിപ്പിക്കുന്ന കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കാലത്ത് അവിടെയുള്ള ഒരു പള്ളിക്ക് ഒരാൾ പെയിന്റ് അടിക്കുന്നു. ഉസ്താദ് പെയിന്റ് അന്നേ ഉണ്ട്, വെള്ള പെയിന്റും മണ്ണും മിക്സ് ആക്കിയിട്ട് അന്നേ അടിക്കലുണ്ട്. ഇതിന്റെ ഇന്നത്തെ ഡിജിറ്റൽ പെയിന്റ് അല്ല. ആ പെയിന്റ് അടിക്കുന്ന നേരത്തെ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് പെയിന്റ് അടിക്കുന്ന കാലം വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണ്. അന്ന് ഉമർ ഖത്താബിന്റെ കാലം ഏത്? അപ്പൊ പെയിന്റ് അടിക്കണ്ടേ? പെയിന്റ് അടിക്കണോ? ഞമ്മ പെയിന്റേ അടിച്ച പള്ളിക്ക് വന്നിട്ടില്ല. ഞങ്ങ പെയിന്റേ അടിച്ചേ. പള്ളി മോടി പിടിപ്പിക്കരുത്. പള്ളി മോടി പിടിപ്പിക്കാനത് അമ്മായിന്റെ വരൊന്നും അല്ല, അത് അള്ളാന്റെ വീടാ, അത് ഭക്തിയുടെ കേന്ദ്രമാണ്, അത് ഈമാനുള്ളവർക്ക് പറ്റിയ വീട്. അള്ളാന്റെ ലോകത്ത് ഞങ്ങളെ കണ്ണുകൊണ്ട് അള്ളാന്റേതായി ഭൂമിയിൽ കാണുന്നത് രണ്ട് കാര്യങ്ങള്. അള്ളാവിലേക്ക് ചേർത്ത് പറഞ്ഞ് അള്ളാവിൻ്റെതായിട്ട് ഞങ്ങളെ കണ്ണിലേക്ക് കാണാൻ പറ്റുന്നത്, ഞങ്ങളെ കൈകൊണ്ട് അള്ളാന്റേതായിട്ട് തൊടാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നല്ലാന്റെ പള്ളി, ഇന്നൊന്ന് പറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ. ഇതല്ലാത്ത മൂന്നാമതൊന്നും അള്ളാന്റേതായി ചേർത്ത് പറയാനില്ല. ഈ രണ്ടും വെറുതെ നോക്കിയാ പോലും കൂലിയുണ്ടെന്നല്ലേ റുബിയാനിൻ നബിയേ, വെറുതെ നോക്കിയാ പോലും കൂലിയുള്ള കാര്യമാണ്. അത് ഈമാനുള്ളവരുടെ വീടാണ്. അതുമായി ബന്ധപ്പെടുന്നവര്, അതിന്റെ കാര്യങ്ങളുമായി സഹായിക്കുന്നവര്, അതിന്റെ എല്ലാ വിഷയത്തിലും സഹകരിക്കുന്നവര്, അത് ആ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നവര്, അവിടെയുള്ള വയലും പരിപാടിയിലും പോയി സംബന്ധിക്കുന്നവര്, പള്ളിയുടെ ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നവര്, അത് ഈമാനുള്ളവരുടെ സ്വഭാവമാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമ സ്വലാത്ത വ ആത സകാത്ത്. 5 നേരം നിസ്കരിക്കുകയും മുറ പോലെ സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യര്, അവർ അല്ലാഹുവിന്റെ പള്ളിയെ വട്ടം പോലെ പരിപാലിക്കുന്നവരാണ്, പള്ളിയെ സ്നേഹിക്കുന്നവരാണ്, പള്ളി ഉണ്ടാക്കുന്നവരാണ്, പള്ളിയുടെ കാര്യങ്ങളുമായി നല്ല നിലക്ക് സഹകരിക്കുന്നവരാണ്. ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, അവർ
സന്മാർഗം ലഭിച്ചവരാണ്. പള്ളിയുമായി ബന്ധപ്പെടുന്നവർ സന്മാർഗത്തിലാണ്, ഹിദായത്തിലാണ്. ആൾക്കാർ പോകാൻ തുടങ്ങിയല്ലേ, സമയമായെന്നല്ലേ? ആവശ്യമുള്ളവർ പോയാവല്ലേ. നിങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഞാൻ ചെല്ലുമ്പോ നിങ്ങൾ നോക്കിയും ചിലപ്പോ പറയും ഞാൻ ചെല്ലിങ്ങൊന്നും ഉണ്ടല്ലേ പേടിച്ചിട്ട്. അതാ അത്രയും പോകുന്ന കണേ സ്വർഗത്തിൽ തോപ്പിൽ അത്രയും പേടിച്ചില്ല. എന്റെ നടുമുള്ളും കൈകാൾ അത്രയും കടഞ്ഞെന്തേ. ഡേ നൈറ്റ് മാച്ചാ നിങ്ങൾ 3 മണിക്കൂർ ഇരിക്കലതിനാ അതിന്റെ അത്രയും ഒരു പച്ചള പിടിച്ചേ, അതിന്റെ അത്രയും തൊണ്ട ഉണങ്ങിയേ, അത്രയും തായ്ക്കൊണ്ടും തോന്നിയെന്തേ, അത്രയും മൂത്രം വന്നെന്തേ. അതാണ് ഇബ്ലീസ് പണിയെടുക്കുന്നത്. ചിരിക്കാൻ പറയുന്നതല്ല, നിങ്ങൾ എല്ലാത്തിനും ചിരിക്കരുത്. അതാണ് ഇബ്ലീസിന്റെ പണി. അവിടെ ഇബ്ലീസിന് അവസരം കൊടുക്കാൻ പാടില്ല. ചോദിക്കട്ടെ, ഒരു വേള ഇവിടെ ഒരു കബഡി ടൂർണമെന്റ് ആണ് നടക്കുന്നത്, ഞങ്ങൾ എങ്ങനല്ലേ ഇരിക്കും? ആർത്തും അട്ടാസിച്ചും കൂക്കിയും വിളിച്ചും കടല വായിക്കിട്ടിട്ട് ഇരിക്കല്ലേ, കഴിച്ചിട്ട് പോവാ. മൂത്രം വന്നോ അവിടെ തന്നെ ബീത്തുന്നല്ലാണ്ട് പോയിറല്ലോ, ബിൽക്കുൾ പോവാല്ലോ. ചിലപ്പോൾ അറിയാണ്ട് അവിടെ തന്നെ ലീക്കാക്കും. ഇടക്കത്തുമ്പോ പോയിട്ടായി. ഇനിയിപ്പോ പോട്ടെ, അത് പോട്ടെ. ഇപ്പൊ പോയിട്ടാരും ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കി 1-2 പോകും, 1-2 നേരെ പോകും, 1-2 ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. ഹലോ ക്ലിയർ ഇല്ല, ഞാൻ വരാം. ഈ ക്ലിയർ ആവാൻ ചങ്ങയ്ക്ക് ഫോൺ വന്നിട്ടേ ഇല്ല. ഇവിടുന്ന് സ്കൂട്ടാൻ വേണ്ടിട്ട് പണി. ഓന് ഫോണേ വന്നിട്ടില്ല. ഓടും ജാറാൻ വേണ്ടിട്ട് ഹലോ ക്ലിയർ ആവുന്നില്ല. ഓൻ വിചാരിച്ചു ഈ ചെന്നോന് മാത്രം മൂക്കുള്ളൂ, ഞങ്ങൾക്ക് തരിമൂക്കുണ്ടെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. സ്വർഗത്തിന്റെ തോപ്പിൽ കുറച്ച് സബർ എടുക്കി. ഇതൊരു ഭാഗ്യമല്ല. ഇന്ന് രാവിലെ ഉറങ്ങിയണീറ്റത് മുതൽ ഈ 8:30-9 മണി മുതൽ 9 മണി വരെ ഞാനും നിങ്ങളും കൽബുകൊണ്ട് ഒരുപാട് തെറ്റ് ചിന്തിച്ചവരാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട് തെറ്റ് ചെയ്തവരാണ്. അല്ലേ? എന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ മണിക്കൂറുകളെ സംബന്ധിച്ച് ആണുങ്ങളായ പെണ്ണുങ്ങളായ ഞങ്ങളോടുള്ള ചോദ്യം ചെയ്യുമ്പോ ഓരോ നിമിഷത്തെ പറ്റി ചോദ്യം ചെയ്യുമല്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ ഓരോ മണിക്കൂറുകളെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന നേരത്ത് പടച്ച റബ്ബ്, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കടന്നുപോയൊരു സമയ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട് ഒരു തെറ്റിലേക്കും ഞാൻ പോകാത്തൊരു നേരം അത് ഈ 2 മണിക്കൂറാണ് എന്നല്ലാഹുവോട് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നൊരു സമയം ഇത് മാത്രമല്ലേ. അല്ലാഹു ഞങ്ങൾക്ക് നല്ലോണം തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കട്ടെ. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് നല്ല ബന്ധം വേണം. നാളെ പരലോകത്ത് എന്റെ വിഷയം നാം മറന്നുപോകുന്ന നമ്മുടെ ബാധ്യതകളാണ്. ഇവിടെ മാതാപിതാക്കളെ പറ്റി നിങ്ങൾ കേട്ടവരാണ്, ബാധ്യതകൾ അവരോടുണ്ട്. ഭാര്യ മക്കളെ കുറിച്ച് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, നിങ്ങൾ കേട്ടവരാണ്. അതേ ഭർത്താക്കന്മാർ മക്കളെ സംബന്ധിച്ച് കേട്ടവരാണ്. അയൽവാസികളോട് ഒരുപാട് ബാധ്യതകളുണ്ട്, നിങ്ങൾ കേട്ടവരാണ്. ഈ കാണുന്ന പ്രകൃതിയോട് ഒരുപാട് ബാധ്യതകളുണ്ട്, നമുക്ക് നിങ്ങൾ കേട്ടതാണ്, പഠിച്ചതാണ്. എന്നാൽ ഇതുപോലെ ബാധ്യതയുണ്ട് അല്ലാഹുവിന്റെ പള്ളികളോട്, മദ്രസകളോട്, വിശുദ്ധ ഖുർആനിനോട്, ഈ ലോകത്തുള്ള ഓരോന്നിനോടും ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്. ഓരോന്നിനോടും ഈ പ്രകൃതിയോട് പോലും ഒരിക്കലും ഈ പ്രകൃതിയെ ഞങ്ങൾ മലിനമാക്കരുത്, അശുദ്ധമാക്കരുത്. വീട്ടിലുള്ള എല്ലാ കച്ചറും വേണ്ടാത്തരങ്ങളും കൊണ്ടുപോയിട്ട് പബ്ലിക് റോഡിന്റെ സൈഡിൽ തട്ടുന്നവർ കേട്ടോ, കോഴി ഫാം നടത്തുന്നവർ കേട്ടോ, എല്ലാ കച്ചറും കൊണ്ടുപോയിട്ട് പൊതുവഴി സൈഡിൽ കളയുന്നവർ കേട്ടോ, അത് ഈമാനുള്ളവർക്ക് പറ്റിയ പണിയല്ല. അത് ഈ പ്രകൃതിയോട് നീ കാണിക്കുന്ന ക്രൂരതയാണ്, ഈ പ്രകൃതിയോടുള്ള ബാധ്യതക്ക് പങ്കലേൽപ്പിക്കുകയാണ്. നീ നാളെ ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരും കേട്ടാ. അവിടെയെല്ലാം വേസ്റ്റ് തള്ളരുത്, അനാവശ്യമായിട്ട് മരം മുറിക്കരുത്, ഒന്നിനെയും നീ വേദനിപ്പിക്കരുത്. പ്രകൃതിയോട് പോലും നമുക്ക് ബാധ്യതയുണ്ട് അല്ലേ? ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞേ? നാളെ ഖിയാമത്ത് നാളെടുക്ക് നിന്ന് കൺഫേം ആയിന്. നബി തങ്ങൾ വിഷയത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് ഇപ്പൊ നാളെ ഖിയാമത്ത് നാളെന്ന് ഇപ്പൊ അറിയലൊന്നും ഇല്ലല്ലോ. പക്ഷെ എപ്പോഴാണ് പറയാൻ പറ്റല്ല. തക്കൂനു ബഗ്തത്തൻ, ഖുർആനാണ്, അത് പെട്ടെന്ന് സംഭവിക്കും. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടൊന്നും ഖിയാമത്ത് നാൾ വരുന്നതും അല്ല. തക്കൂനു ബഗ്ത, അത് പെട്ടെന്നുണ്ടാവും, ഞെടിയിടെ. അതിന്റെ അടയാളങ്ങൾ വേറുണ്ട്, അത് വേറെ വിഷയം. ഏത് വാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ ലോക അവസാനാണെന്ന് കൂട്ടിക്കോ. ഇന്ന് നിന്റെ കയ്യിൽ ഒരു മാങ്ങന്റെ തയ്യ,
അതല്ല ഒരു തെങ്ങ് തയ്യാ, ഒരു കങ്ങു ചെടിയാ, അതല്ല ഒരു ചൊരങ്ങന്റെ വള്ളിയാ നിന്റെ കയ്യിലുണ്ടെന്ന് വെച്ചാ, എന്നാലും നീ അത് നട്ടുകളയണം കേട്ടോ. നാളെ ലോകം അവസാനിക്കുന്നയല്ലേ, എല്ലാം തീരുന്നയല്ലേ, എല്ലാം നശിച്ചു പോകുന്നയല്ലേ എന്ന് ചിന്തിച്ചിട്ട് നടാതിരിക്കല്ലേ. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ആലോചിച്ചോക്ക്, ഞമ്മ തെങ്ങ് തൈ വെക്കുമ്പോ എന്താ ആലോചിക്കുന്നത്? എനക്ക് വയസ്സ് ആയി 58 59 അല്ല ഞമ്മ ചിന്തിക്കുന്നത്. എനക്ക് 51 ആയിട്ടില്ല, 41 എത്രയാ? അല്ല ഉദാഹരണം തെങ്ങ് തൈ കൊണ്ടുവന്നിട്ടാകുമ്പോ 59 ആണ്ടായി. ഇനി ഇത് നട്ടിട്ട് വലുതായിട്ട് ഒരാളെ നീർ കിട്ടണമെങ്കിൽ ഒരു 30 കൊല്ലം, ഒരു 10 കൊല്ലം എങ്ങനെയും പോണോ? അപ്പൊ ഞാൻ മരിച്ചിട്ട് കൊട്ടായിട്ടോ ഇതായിരിക്കും തെങ്ങ് തൈ പാടി. ഇതിപ്പോ ആന പോന്ന വിഷയം അല്ലേ, എനക്ക് ഓണ കിട്ടുമ്പോൾ നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയല്ല, നാളെ ലോകം അവസാനിക്കുന്നു എന്ന് ഉറപ്പാണ്. എന്നാൽ പോലും ഇന്ന് നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നീ അത് നടാതെ പോവല്ലേ. ഞാനിത് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാത്തിനോടും ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അതുപോലെ തന്നെ പള്ളിയോടുള്ള ബാധ്യത, അവിടെയുള്ള നിസ്കാരത്തിന് സംബന്ധിക്കലാണ്, അവിടെയുള്ള കാര്യങ്ങൾ നല്ല മട്ടം പോലെ നിർവഹിക്കലാണ്, ഏറ്റെടുത്ത ജോലികൾ മട്ടം പോലെ നിർവഹിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ബാധ്യത നൽകപ്പെട്ടവരാണ്, ചുമതല നൽകപ്പെട്ടവരാണ്, ഉത്തരവാദിത്വം നൽകപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലത്തുൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി والمرأة راعية في بيت زوجها ومسؤولة عنها. حبيب الورى رسول الله. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. ഞാൻ അതിന്റെ ആളല്ല, എനക്കറിയല എന്ന് പറഞ്ഞിട്ട് ആരും ഒഴിഞ്ഞു മാറാൻ പറ്റല. എല്ലാവർക്കും അവരവരുടേതായ റോളുണ്ട്, അവരവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. പള്ളി കമ്മിറ്റിക്കാരായാലും, നാട്ടിലെ യൂത്ത് വിങ്ങിന്റെ ചെക്കന്മാരായാലും, മൂത്ത വിങ്ങിന്റെ വയസ്സന്മാരായാലും, 5 സ്റ്റാർ ക്ലബിന്റെ മെമ്പർമാരായാലും, മാപ്പിളമാരായാലും, ഭാര്യമാരായാലും, മക്കളായാലും, പ്രസിഡന്റ് ആയാലും, സെക്രട്ടറി ആയാലും, പള്ളിന്റെ ഖത്തീബായാലും, മുഖ്രിയായാലും, ഈ പ്രസംഗിക്കുന്ന ഞാനായാലും, കുല്ലുക്കും റായീൻ, എല്ലാവർക്കും ഓരോരോ ചുമതലകളുണ്ട്. ആ നിങ്ങളെ ഏൽപ്പിച്ച ചുമതലകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച്, ഉത്തരവാദിത്വങ്ങളെ കുറിച്ച്, നിങ്ങളിൽ അർപ്പിതമായ ജവാബ്ദാരിയെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഹിസാബുണ്ട്. അത് എന്റെ പണിയല്ല, അതിപ്പം മുണ്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും മാറി നിൽക്കരുത്. തിരിഞ്ഞല്ലേ? അതാ ബാല്യക്കാർ ഇപ്പൊ നോക്കൂ, അല്ലെങ്കിൽ നമ്മളെ മംഗളത്തിന്റെ കോലം കാണുന്നില്ലേ? അപ്പൊ ആവർത്തിക്കുന്നില്ല, എന്റെ ആവശ്യമില്ല. ഓന് ഉളുപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്, ചെല്ലുന്ന ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്. ഞാൻ ആവർത്തിക്കും. നമ്മളെ നാട്ടിലേക്ക് വരാം, അതെല്ലാം വിട്. കണ്ടതും വീഡിയോ കണ്ടതും ഫേസ്ബുക്കിൽ വന്നതും വാട്സപ്പിൽ വന്നതും പേപ്പറിൽ അത് വിട്. ഞങ്ങളുടെ നാട്ടിലെ മംഗളത്തിലേക്ക് വാ. ഞങ്ങളുടെ നാട്ടിലെ മംഗളത്തിന്റെ കോലങ്ങനെ നിങ്ങൾക്ക് അറിയുന്നില്ല. എന്റെ കാട്ടിയാറ് എടുത്ത മംഗളത്തിന്റെ കോലങ്ങനെ 10, 11, 12 മണിയോളം ഈ മാനിറ്റുന്നു മംഗളത്തിന്റെ പേരിൽ. മജ്ലിസുന്നൂർ വേറെ, ബുർദ വേറെ, ഉസ്താദ്, ഖാദി, ഖത്തീബ്, തങ്ങ, ദഫ്, അത് ഇത് ഈ മാന്റെ ചൊരി. 10:30 നിക്കാഹ്, 10:29 ആകുമ്പോ പുതിയ ആപ്പിള വന്നത് മഹ്ദി ഇമാം വന്ന പോലെ, ഓന്റെ ബാക്കിൽ നിന്ന് ബാപ്പ വന്നിന് ഈസാ നബി വന്ന പോലെ. അല്ല, ഇത്ര നല്ല കണ്ടീഷൻ, നല്ല ഈമാനും ഇസ്ലാം എല്ലാം ഉണ്ട് അവിടെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പിടിച്ച് കാദ്യം പോയി, തങ്ങളും പോയി, ഖത്തീബും പോയി, എല്ലാം കഴിഞ്ഞ് നിക്കാൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം 2-2:30 മണി പോന്ന വരുന്ന ടൈം ആകുമ്പോൾ DJ, സരിഗമ, രാഗം, പൊട്ടല്, പൊട്ടിക്കല്, തുള്ളല്, ആർക്കല്. ഇത് നിങ്ങളെ മംഗളത്തിന്റെ കോലാണ്. നിങ്ങൾ ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല ഇത്, നിങ്ങൾ കൺട്രോൾ ആക്കേണ്ട വിഷയ. ഇവിടെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ജമാഅത്ത് കമ്മിറ്റിക്കാർക്കുണ്ട്. ജമാഅത്ത് കമ്മിറ്റി അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് നോക്കാനല്ല പള്ളിന്റെ. ഹക്കൂസിന്റെ തണ്ടി നേരെ പോന്നാ എന്താ ബാങ്ക് കേൾക്കാഞ്ഞേ, എന്താ ആടുള്ളായിട്ട് നിന്നിനെ, ഇത് നോക്കാൻ കമ്മിറ്റി പോകണമെന്നുണ്ട്. 35 ആൾ കമ്മിറ്റി കിടക്കണം. സ്വിച്ച് നേരാക്കാൻ 35 ആൾ കമ്മിറ്റി കിടക്കണം. കമ്മിറ്റി എന്നത് ഉമറ എന്ന് പറഞ്ഞാൽ ഉലമാക്കളെ പോലെ ഈ സമുദായമാകുന്ന വണ്ടി, ഉമ്മത്ത് മുഹമ്മദീകളാകുന്ന വാഹന, അതിന്റെ 2 ടയറാണ്. ഒന്ന് ഉലമാ, പിന്നൊന്ന് ഉമറ. ഈ
ടയറും ഒരുപോലെ കറങ്ങിയാല് ഉമ്മത്ത് മുഹമ്മദ് എന്ന വാഹനം ചന്തത്തില് മുന്നക്ക് പോവും. അല്ലെങ്കിൽ തവിട പൊടിയാവും കേട്ടോ, എവിടെങ്കിലും തട്ടും കേട്ടോ, ചിന്ന ഭിന്നമാവും കേട്ടോ. അല്ല ഉസ്താദെ, ആ ചക്കന്റെ പേരില് മംഗളത്തിന്റെ അവിടെ എന്തെല്ലാം പൊട്ടിക്കുന്നതിന്, തുള്ളുന്നതിന്, താടുന്നതിന് ഞങ്ങൾ എന്താക്കണ്ടേ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഒഴിഞ്ഞു മാറുന്നുവെങ്കിൽ, നാട്ടിലെ വയസ്സന്മാർ മാറി നിൽക്കുന്നുവെങ്കിൽ, ചക്കന്മാർ മാറി നിൽക്കുന്നുവെങ്കിൽ, ആ കുരുകുരുത്തം കെട്ടോന്റെ പേരിൽ നാളല്ല അദാബ് ഇറക്കുന്നുണ്ടെങ്കിൽ അദാബ് നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരാ. അതവന്റെ പുരക്ക് മാത്രം വരല, തെമ്മാടിയ മാത്രം തെറ്റു പിടികൂടല, എല്ലാവരെയും പിടികൂടും കേട്ടോ. അള്ളാന്റെ ലോകത്ത് തെമ്മാടിത്തരം ചെയ്തിട്ടാകുമ്പോ അള്ളാന്റെ ആദാബ് ഇറങ്ങുന്നത് ആളെ നോക്കിട്ടാ. എനിക്ക് തിരിഞ്ഞിട്ട് നിങ്ങ എന്തോ ഒരു ബേജാറുണ്ട്. എന്ത് വിഷയം? എന്ത് നിങ്ങൾ ഇങ്ങനെ മുണ്ടാണ്ടിരുന്ന എന്ത് വിഷയം? എന്ത് എനിക്ക് തിരിഞ്ഞാ ചെല്ലി തിരിഞ്ഞാ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. അള്ളാന്റെ ലോകത്ത് തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നത് അവനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ തീരെ വരലാന്നൊന്നുമില്ല. ചിലപ്പോൾ അവന്റെ കൈയും കാളല്ലാതെ പൊളിച്ചെന്നും വരും, ചിലപ്പോൾ ക്യാൻസർ ലൈറ്റ് കടത്തത്തിലായിന്നും വരും, ചിലപ്പോൾ അടങ്ങ് പോയിട്ട് കുണ്ടിലേക്ക് വീണെന്നും വരും. അതെല്ലാം ഉണ്ടാവും, കുരുത്തക്കേട്ട് അങ്ങനെല്ലാം ഉണ്ടാവും. എന്നാലും അള്ളാഹു താല ചിലപ്പോ അവന്റെ പേരിൽ അദാബ് ഇറക്കുമ്പോ നാട്ടിലേക്ക് മൊത്തം ഇപ്പൊ കാണുന്നില്ലേ, ഭൂകമ്പം കണ്ടില്ലേ, ഇന്നും കുലുങ്ങി. അള്ളാഹു ആ നാടിനെയും ഞങ്ങളുടെ നാടിനെയും കാക്കട്ടെ. ഇന്നും കുലുങ്ങി 50,000-ഓളം ആൾക്കാർ, അതായത് 48,000-ഓളം മൃതശരീരം എടുത്തിട്ടായി, കൊണ്ടുപോയിട്ട് മൂടിയിട്ടായി. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ബിൽഡിങ്ങിന്റെ അടിയിലാണ്. അള്ളാഹു അവരെയും ഞങ്ങളെയും കാക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു നാളെ പരലോകത്ത് ശുഹദാഇന്റെ ദറജ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ. ആ നാടിനെയും ഞങ്ങളുടെ നാടിനെയും അള്ളാഹു സലാമത്താക്കട്ടെ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ കാരണമായി അള്ളാഹു ഞങ്ങളെയും മറ്റുള്ളവരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹിന്റെ പരീക്ഷണം ഇറങ്ങുമ്പോ എങ്ങനെയാണ്? നല്ലവരും പോയില്ലേ, നല്ല മനുഷ്യന്മാർ പോയില്ലേ. സുബഹി ബാങ്കിന്റെ മുന്നെയാണ് ഭൂമി കുലുങ്ങണത്. തുർക്കിയുടെ മണ്ണില്, റജബ് തയ്യിബ് ഉർദുഗാന്റെ നാട്ടില്, സുബ്ഹാനല്ലാഹ്, ആയാ സോഫിയ പോലെയുള്ള പള്ളികൾ നിലനിൽക്കുന്ന നാട്ടില്. ഇപ്പൊ കുറച്ച് ഈമാൻ ഇസ്ലാം അല്ല. സത്യം പറഞ്ഞാൽ തുർക്കി എന്നത് ഇസ്ലാമിന്റെ വിളനിലമാണ്, ഇസ്ലാമിന്റെ എല്ലാമായിരുന്നു. അബ്ബാസിയ കാലത്തും മറ്റു കാലത്തൊക്കെ. പിന്നീടത് യൂറോപ്യൻ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോയി, എല്ലാം മാറി, എന്തെല്ലോ ആയി. അവസാനം ഈ റജബ് തയ്യിബ് ഉർദുഗാൻ വന്നതിന്റെ ശേഷം കുറച്ചൊക്കെ മാറി ലെവലായി വരുന്നുണ്ടായിന്. അള്ളാഹു താല പിടികൂടി. എന്തറിയാ കാരണം? അവിടെ മാറാത്ത കുറെ സ്ഥലമുണ്ട്. പക്ഷെ നല്ലോറും പെട്ടു. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിന് എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മുസല്ലയിലിരുന്ന തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ മയ്യത്ത് കിട്ടിയത് മുസല്ലയിൽ കിടന്നിട്ട് തസ്ബീഹ് ചെല്ലുന്ന കോലത്തിലാണ്. അയാൾ രാത്രി 9 മണിക്ക് മുസല്ലയിലിരുന്നല്ല, അയാളെ തഹജ്ജുദ് നിസ്കാരത്തിനായിരുന്നു. അയാളെ പേര് ഓർമ്മയുണ്ട്, മൊബൈലിലുണ്ട്. തുർക്കിയുടെ ഫുട്ബോൾ കോച്ച്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? നിങ്ങൾക്ക് 5 നാത്ത് വയൽ വേണ്ട, 3 നാത്ത് മതിയായിട്ട്. വാട്സപ്പ് ഫേസ്ബുക്കിൽ നന്ന വയൽ പോകണമെന്നില്ല. അല്ലോ സാർ, ഒരു സ്വർഗത്തിൽ തന്നെയല്ലേ? അതന്നെയല്ലേ വലിയ മലാമത്തിപ്പോ ഈ വാട്സപ്പും ഫേസ്ബുക്കാണ്. അതുള്ളത് കൊണ്ടാണ് ഈ 10 വയൽ വേണ്ടിയിരുന്നത്. നിങ്ങൾ കണ്ടാണല്ലോ, സോഷ്യൽ മീഡിയയിലുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഞാൻ സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്താണ് ഭൂകമ്പമുണ്ടായത്. അയാൾ ബിൽഡിങ്ങിന്റെ അടിയിൽ പെട്ടു, ആയുസ് ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു, ആശുപത്രിയിലാണ്. അയാൾ പറഞ്ഞതാ, തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ചെറിയ ഈമാനാണ്. ഞാൻ സുബ്ഹി നിസ്കരിക്കാണ്ട് 8 അത് ചെറിയ ഈമാനല്ലല്ലോ. എന്നിട്ട് എന്താ ഇപ്പോ അയാൾക്കും പെണ്ണില്ലേ ആപത്ത്? ആ പരീക്ഷണം, ആ കട്ടപ്പാട്, ആ വേദന, അതാണ് അള്ളാന്റെ അദാബ് വരുമ്പോ അവിടെ വണക്കിന്റെ കൂടെ പച്ചയും കത്തുമെന്ന് പറഞ്ഞ പോലെ നല്ലവരും അതിൽ പങ്കാളികളാകേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത. അതാ വാക്കുന്നല്ലേ, അവൻ ചെയ്യുന്നല്ലേ, അതിൽ ഞങ്ങൾ മുണ്ടണ്ട, എന്ത് വേണമെന്നോ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കയ്യാ. കമ്മിറ്റിക്കാര്, നാട്ടുകാര്, ഉമറാക്കള്, നല്ല
നല്ലവരായ ചെറുപ്പക്കാരാ, അരുതായ്മകൾ കാണുമ്പോ, അനാചാരങ്ങൾ കാണുമ്പോ, പേക്കൂത്തുകൾ കാണുമ്പോ, അല്ല പൊറുക്കാത്തത് കാണുമ്പോ, കള്ള് കഞ്ചാവിന്റെ കാര്യങ്ങൾ കാണുമ്പോ, അതിന്റെ ആൾക്കാരായിട്ട് ഇവിടെ ഇടപാട് നടക്കുന്നത് കാണുമ്പോ, അതമല്ലേ അതവിടെയല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ അവരെ പേരിൽ അല്ല ഇറക്കുന്ന അദാബില് നിങ്ങളും പങ്കെടുക്കേണ്ടി വരും കേട്ടോ. അല്ലാഹുവിന്റെ ഭീകരമായ ശിക്ഷക്ക്, പരീക്ഷണത്തിന് നിങ്ങളും പാത്രീഭൂതരാകേണ്ടി വരും. ഏതുപോലെ മുത്തുനബി തങ്ങൾ പറയുകയാ, അതെ നിങ്ങളൊരു കപ്പലാണെന്ന് കൂട്ടിക്ക. നബി തങ്ങളെ ഹദീസാണ് ഈ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണമായിട്ട് പറഞ്ഞ ഹദീസ്. അതായത് ഇതൊരു കപ്പലാണെന്ന് കൂട്ടിക്കോ. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാരും കപ്പലിലാണ്, ഇപ്പൊ ഉള്ള കപ്പലിലാണ് ഇരുന്നതിന്. ഞാൻ 6ാമത്തെ ഇരുന്നതിന് സീറ്റിൽ. ഇത് കപ്പളാ, ഇത് വെള്ളത്തിൽ പോന്നു. നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് നാളെ ചർച്ച കൂടെ അവിടെ വെള്ളം ഇല്ലാഞ്ഞല്ല, കപ്പളൊന്നും ഇല്ലാഞ്ഞത്, ഇയാൾ എന്ത് ചെലീനെ നിങ്ങൾക്ക് തിരിഞ്ഞ ഉദാഹരണം മസാലൻ അതായത് ഞമ്മല്ലെല്ലാവരും പറഞ്ഞങ്ങനെ അങ്ങനെ അവിടെ നമുക്ക് തരികട നടക്കുമ്പോ, മനുഷ്യന്മാരോട് അടിപിടി കൂടുമ്പോ, ഞങ്ങൾ ഈ സൈറ്റ് നോക്കിയിട്ട് ഇപ്പുറം നിൽക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ആക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ചെന്നത് എന്ത് വേണം കടി ചാട്ട് പോട്ടയില്ല അല്ലേ പാട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവകാശവും ഒരാൾക്കുമില്ല. പ്രത്യേകിച്ച് നാട്ടിന്റെ നേതാക്കൾക്ക്, കമ്മിറ്റിക്കാർക്ക് വല്ല ഉത്തരവാദിത്വമുണ്ട്. അവർ നാടിന്റെ വല്ല ഇസ്സത്ത, അവർ ഉമറാണ്. അവർ ഈ ഉമ്മത്തിന്റെ വാഹനമാകുന്ന വണ്ടിയിലെ ചക്രമാണ്. അതേ സിൻഫാനി മിന്നുമ്മ, എന്റെ സമുദായത്തിലെ 2 വലിയ വിഭാഗം നന്നായാൽ എന്റെ സമുദായം മൊത്തം നന്നായി. ആരാണ് ആ 2? ഒന്ന് അല്ലുലമാ, ഒന്ന് മൂല്യമാർ നന്നാണോ? ഓൻ ബെടക്കായെങ്കിൽ ഓനക്കാലും വലിയ ബെടക്ക് ദുനിയാവിലുണ്ടാവില്ല. ആര് ആലിമ് ആദ്യം നന്നാണോ? ആലിമ് കെട്ടുപോയ, ആലിമ് ബെടക്കായ മുട്ട കെട്ടനെ കാട്ടിയപ്പുറം. ആലിമങ്ങാനും പിത്തനാക്കാൻ തുടങ്ങിയെങ്കിൽ ഇബ്ലീസ് പോലും ബാക്ക് നിൽക്കേണ്ടി വരും. ആലിമാദ്യം നന്നാണോ? പിന്നെ ഉമറാക്കൾ നന്നാണോ? അവർ മാതൃകകളാണ്, അവർ മറ്റുള്ളവർക്ക് റോൾ മോഡലാണ്, അവർ എല്ലാം കൊണ്ടും ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. ഈ സമുദായത്തെ നല്ല പോലെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അവിടെ ഞങ്ങളത് അവരല്ലേ ചെയ്യട്ടെ, എന്തു വേണമെങ്കിലും ആക്കട്ടെ, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ കേട്ടോ, ഈ ഹദീസ് കേട്ടോ, നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഒരു കപ്പലില് പോന്നു കൂട്ടിക്ക. ഇരുന്ന നിങ്ങൾ ദേലമ്പാടിക്കാരൻ, ഇതിപ്പോ നിങ്ങൾ കപ്പലിലാണ് ഇരുന്നനെ, AC റൂമില് സീറ്റിലിരുന്ന എല്ലാവരും, അപ്പുറത്ത് കിടാക്കളും ഉണ്ട്, നിങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്, കീശയില് മൊബൈലെല്ലാം ഉണ്ട്, നല്ല ചന്തത്തില് നല്ല കാറ്റും കൊണ്ടിട്ട് നിങ്ങൾ പോയിക്കൊണ്ടുണ്ട് കപ്പലിൽ. ഇവിടെ ഡ്രൈവർ ഉണ്ടെന്ന് കൂട്ടിക്കോളി. നിങ്ങൾ അങ്ങനെ പോന്നു, പോയി 8 പെർളാങ്ക് കഴിഞ്ഞ് ഏകദേശം നടുകടലിൽ എത്തി നടുകടലിലെത്തി. എത്തുമ്പോ ആ സൈഡിലൊരു ചങ്ങായില്ലേ, ഓന്റെ കയ്യിലുള്ള പിക്കാസ് കൊണ്ടിട്ട്, അതല്ലെങ്കിൽ കത്തി കൊണ്ടിട്ട് ഓന്റെ സീറ്റിന്റെ അടിയിലുള്ള പലക വട്ടയാക്കുന്നു, മുറിക്കുന്നു. ഒരാൾ ഇതിൽ 450 ആളുടെ, ഈ കപ്പലില് 450 ആളുടെ. ഒരു ചങ്ങായി അവിടെ ഇരുന്നിട്ട് ഓന്റെ അടക്ക ചൊറത് കത്തി ഉണ്ടായി, ആ കത്തി ഇങ്ങനെ കുത്തിക്കൊണ്ടുള്ള ഇടക്ക് കുത്തുന്ന അടക്കല്ല, കപ്പലിന്റെ പടി ഓന്റെ സീറ്റിന്റെ അടി. അപ്പൊ ഓനോട് ആരോ ഒരാൾ കേട്ട്, ഓന്റെ ഇപ്പുറത്തുള്ള ആൾ കേട്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് കമ്മിറ്റിക്കാർ ആരോ ഒരുത്തൻ കേട്ട്, ചങ്ങായ നീ എന്ത് കുത്തിക്കൊണ്ട് വട്ടാക്കുന്നത്? എന്റെ സീറ്റല്ലേ, ഞാനിരുന്ന സീറ്റിന്റെ അടിയല്ലേ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഓർ കേട്ടെന്ത് മാസന നീ എന്താ ആക്കുന്നേ? അപ്പൊ ഓൻ ചെയ്യുന്ന ഓൻ പറഞ്ഞെന്തറിഞ്ഞാ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യും. എന്റെ സീറ്റിന്റെ അടി, ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ട് ഇരുന്നതിന്, എന്റെ നമ്പർ, എന്റെ കയ്യിലുള്ള കത്തി, നിങ്ങൾ ആര് ചോദിക്കാൻ? ഓന്റെ റോങ് തന്നെയാണ് മറുപടി. അപ്പൊ ഈ കേട്ടെല്ലാരും എന്താക്കി അറിഞ്ഞ പോട്ടെ, ആ തരിമുക്ക് പൊട്ടി വലിയ വിഷയമാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരും അപ്പുറം പറ്റിയിരുന്നാലേ നിങ്ങളെ പറ്റി നിങ്ങൾ സെറ്റിരിക്കും, നിങ്ങരിക്കും വണ്ണി ഈ മൂക്ക് മുസുണ്ട് പൊട്ടിയതിൽ മുണ്ടുന്നതിന് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാം അരിയിരുത്തി എന്താവും? നിങ്ങൾ അക്കരെത്തുവാ?
മുത്തുനബി തങ്ങൾ പറയുകയാ, കുറച്ചങ്ങ് പോയാൽ കപ്പലോട്ടയാവും, വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറിയാൽ ഹലക, ആ ഓട്ടയാക്കിയ സീറ്റിന്റെ മുകളിലുള്ളവനും ഹലാക്കായി നശിച്ചു പോകും. വഹലകൂ ജമീആ, നിങ്ങളെല്ലാവരും ആ കടലിൽ മുങ്ങിത്താണ് മരിച്ചു പോകും. അതുകൊണ്ട് അവന്റെ ഫലമായിട്ട് തടയണോ? അവിടെ നിങ്ങൾ കൈ ഉപയോഗിക്കേണ്ടി വന്ന ഉപയോഗിക്കണോ? അവിടെ നിങ്ങൾ അവനെ ബഹിഷ്കരിക്കേണ്ടി വന്ന ബഹിഷ്കരിക്കണോ? അവനെ പാതി വഴിയിൽ ഇറക്കേണ്ടി വന്ന ഇറക്കണോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്നടിച്ചു പോകും. ഖാല റസൂലുള്ളാഹ്. ശരിയല്ലേ? നിങ്ങൾ ഇവിടെ ചെന്നല്ല, മംഗളത്തിനോട് ഭയങ്കര കൂറ്റും കോച്ചലും ഉണ്ടായി ആചാരം നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടായും ചെല്ലുന്ന കേട്ടണേ എന്ത് വേണമെങ്കിൽ കിട്ടുന്നത്. ഞങ്ങളെ പള്ളിന്റെ പൈസ 350 തന്നിനാരും ഓറും ഖത്തം ഹലാത്ത്. പിന്നെ ഓ എന്താക്കി എന്തായിപ്പോ ഇടകപ്പള്? ഇതന്നെയാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. അവന്റെ പേരിൽ അല്ലാഹ് ഇറക്കുന്ന അദാബ്, അവന്റെ പേരിൽ അല്ലാഹ് ഇറക്കുന്ന നാശോ, അവന്റെ പേരിൽ അല്ലാഹ് ഉണ്ടാക്കുന്ന നട്ടോ, അവന്റെ കാരണം മൂലമുണ്ടായതായ ഫിത്ന അതവനെ മാത്രമല്ല ബാധിക്കുന്ന, അത് എല്ലാവർക്കും സംബന്ധിച്ചതാണ്. എല്ലാവരും അതിൽ പെടും കേട്ടോ. അതുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ നല്ല റോള് വേണം. മാന്യമായ ഭാഷയില് അവനോട് അരിസപ്പെട്ടിട്ടല്ല, കുറ്റപ്പെടുത്തിയിട്ടല്ല. കഞ്ചു കള്ളിനെല്ലാം അടിമയായ മനുഷ്യന്മാരെല്ലാം ഉണ്ടാവും. ഇപ്പൊ എല്ലാ നാട്ടിലുണ്ട്. ഇന്ന് പേപ്പർ വായിച്ച, ഇന്ന് പേപ്പർ വായിച്ച ചന്ദ്രിക പത്രത്തിലുണ്ട്, എല്ലാ പേപ്പറിലും. ഞാൻ കണ്ടത് ചന്ദ്രിക പത്രത്തിലാണ്. ഞാൻ സുപ്രഭാതം വായിച്ചു, പക്ഷെ ഞാൻ അത് കണ്ടില്ല. വായിച്ചത് കൊണ്ട് പറയാം. അപ്പോ പേപ്പർ ഞാൻ കുറെ വായിക്കലുണ്ട്. ഇനിയിപ്പോ നാളെ ചർച്ചാവാ വന്നിട്ടായിപ്പോയി. എന്താ വന്നിട്ടായിപ്പോയി. പേപ്പറിന്റെ പേര് ചിലത് വിചാരിച്ചില്ല. ഉപ്പ് തിന്ന പായല്ല, ഇപ്പൊ വന്നു പോയി പിടി. അങ്ങനെ അതിലുണ്ടതാ 9ാം ക്ലാസ്സുകാരിയായ പെണ്ണ് MDM-ന് അടിമയായത്. 9ാം ക്ലാസ്സിന്റെ പെണ്ണ് കിടാവിന്റെ വയസ്സെത്ര? 7ാം ക്ലാസ്സിൽ തുടങ്ങി. 3 കൊല്ലായി. എന്നിട്ട് ആ പെണ്ണ് കിടാവ് പച്ചക്ക് പറയുന്നുണ്ട് ലൈവില്. ചാനലുണ്ട്, ന്യൂസ് ഉണ്ട്. ഞങ്ങളെ മക്കളെ ശ്രദ്ധിക്കണോ? കാലം മാറി കേട്ടോ. പഴയ കാലമല്ല, പഴയ നാളല്ല, പഴയ അന്തരീക്ഷമല്ല, പഴയ ചുറ്റുപാടല്ല. എല്ലാം കൊണ്ട് തെറ്റിന് പോകാൻ, തെറ്റ് ചെയ്യാൻ, അരുതായ്മകൾ ചെയ്യാൻ സാഹചര്യം അനുകൂലമാണ്, അവസരങ്ങൾ അനുകൂലമാണ്, അവസരങ്ങൾ ജ്യേഷ്ഠമാണ്. അതുപോലെ തന്നെ 2 കയ്യും നീട്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ റെഡിയാണ്. ഞങ്ങളെ മക്കളെ ശ്രദ്ധിക്കണോ? നല്ലപോലെ ജാഗ്രത. ഈ വലിയ ബാധ്യത ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെയാണ് കമ്മിറ്റി നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം തെളിയുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, അത് ഉമറ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ ആരറിഞ്ഞ? കമ്മിറ്റിക്കാർ കിതാബിൽ പറഞ്ഞത് അറിഞ്ഞ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്. കെട്ട് ടൈറ്റാക്കാനും കെട്ട് അളക്കാനും കഴിവുള്ളൂ. അതായത് കാര്യങ്ങൾ മട്ടം പോലെ ചെയ്യാനും ചെയ്യിപ്പിക്കാനും വേണ്ടെങ്കിൽ വേണ്ടാന്നാക്കാനും പറ്റുന്നോറാണ് ഇവർ. ഓരോ പണി കക്കൂസിന്റെ ടോയ്ലറ്റ് മുക്കൊരു കഥീന കത്തി ദിവസം ലീവായിട്ട് കുറെ ആയല്ലേ. ഇയാളെന്ത് 20 ആണ്ടായിട്ട് ഇത്ര ലീവാക്കി എന്താവും? ഇത് നോക്കാനാ കമ്മിറ്റി? നോക്കണോ? അല്ല, ലീവാക്കാൻ പാടില്ല. കണക്കൻ ആരെങ്കിലും ഞമ്മ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. ശമ്പളം ഒരുത്തൻ്റെതല്ലേ, 10 വയസ്സല്ലേ, അത് ബൈത്തുൽമാലിന്റെതല്ലേ. അവിടെ ഉത്തരവാദിത്തം എനിക്കും ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഒരു സമൂഹം നന്നാകണമെങ്കിൽ നാടിന്റെ കമ്മിറ്റിക്കാർക്ക് വലിയ റോളുണ്ട്. ഇത് ഞങ്ങൾ 364 പ്രസവിക്കുന്ന പോയിട്ട് എന്തെന്ന് പറഞ്ഞാൽ ആടെ പുതിയാപ്പിള JCB പോയി, ഈടെ പുതിയാപ്പിള മയ്യത്ത് കെട്ടിൽ പോയി, മുഞ്ഞാന്നൊരു പുതിയാപ്പിള നിക്കർ ജഡ്ഡിയിൽ പോയി. ഞങ്ങൾ പ്രസംഗിച്ചോണ്ടേ ഉണ്ട്. നാട്ടുകാർ കമ്മിറ്റിക്കാർ കൊണ്ടുവന്നേ ഇല്ല. ഓൻ കടലാസ് കൊടുത്തോ? അവൻ വന്നതാ നിക്കാതിന്റെ കടലാസ് തരുമോ? ഇയാള് വലിച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തത് സെക്രട്ടറി കൊണ്ടുവന്ന ഈനാനി കമ്മിറ്റി ആയി. അല്ല, ഇതതിന്റെ റോള്. വലിയ റോളുണ്ട് നിങ്ങൾക്ക്, നല്ല ഉത്തരവാദിത്വമുണ്ട്. ഒരു മഹല്ലത്തിലെ ഭാരവാഹികൾ എന്ന് പറയുമ്പോ ആ നാടിന്റെ സമുദായത്തിന്റെ എല്ലാവരുടെയും
ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. ജാതിയില്ല അവിടെ മതമില്ല. അവിടെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ നാട്ടുകാർ നാളെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. പട്ടിണി കിടന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് നാളെ ഹിസാബുണ്ടാകും. കല്യാണ പ്രായമെത്തിയിട്ടും പൊരന്റെ ഉള്ളിൽ പൊരനിറഞ്ഞു നിൽക്കുന്ന പൊന്നുമോളുണ്ടെങ്കിൽ, പെങ്ങന്മാരുണ്ടെങ്കിൽ, പൊന്നു സഹോദരാ, നീ നാളെ മറുപടി പറയേണ്ടി വരും കേട്ടോ. പള്ളിക്ക് മുകളിൽ പള്ളി ഉണ്ടാക്കുക, പള്ളിക്ക് മുകളിൽ മിനാരമുണ്ടാക്കുക, പള്ളിക്ക് മുകളിൽ കുബ്ബയുണ്ടാക്കുക, അത് വലിയ കാര്യമല്ല. അതിനേക്കാളും വലിയ കാര്യമാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്നത്. തെറ്റിലേക്ക് പോവാതെ, കുറ്റകൃത്യങ്ങളിലേക്ക് പോവാതെ, അനാചാരങ്ങൾ ചെയ്യാതെ, അസാബിന് അധാർമികത പ്രവർത്തിക്കാതെ, അല്ല പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ അവരെ നോക്കുക എന്നത് വലിയ കാര്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് വലിയ കാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിലെ കാണാലോ, നാളെ പരലോകത്തെത്തിയാൽ പടച്ചറബ് ഒരാളോട് ചോദിക്കുന്നു, അതേ സഹോദരാ, പടച്ചറബിന്റെ ചോദ്യമാണ് അയാളോട്, നിങ്ങളോട്, എന്നോട് പടച്ചറബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതേ മനുഷ്യ, ദുനിയാവില് ഞാൻ രോഗിയായിട്ട് കിടന്നപ്പോ ഫലം തഉദുനി, ഞാൻ രോഗിയായി കിടന്നു. അല്ല പറയുന്നതാണ്, ഇങ്ങോട്ടോ നിങ്ങൾക്ക് തിരിയുന്നല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? തലാട്ടിയോ വിരിസത്തിൽ തലാട്ടിക്കോ? ആന്നില്ലേ? അൽഹംദുലില്ലാഹ്. ഈ ചൊല്ലിയിട്ടും തലാട്ടാത്ത മനുഷ്യന്മാരെ കണ്ട് നിങ്ങളെ മാത്രം ഞാൻ, ബാക്കിയെല്ലാത്തിലും നിങ്ങൾക്ക് മാഷാ അല്ലാഹ് 10ലേക്ക് തരാം. നിങ്ങൾ എന്തൊരു ഒരു മനസ്സിലൊഴിച്ച് നോക്കാമല്ലോ വലക്കുന്നത്. അല്ല, ഞാൻ സത്യം പറയട്ടെ, ഈ മൈക്കിൻ്റെ ഇതിൽ ഈ സൗണ്ട് എടുക്കുമ്പോഴല്ലേ നമുക്ക് നല്ല മമ്മൂജിനെ പോലത്തെ ഓപ്പറേറ്റർ കിട്ടിയത് നമ്മളെ ഭാഗ്യം. അല്ല മാഷാ അല്ലാഹ്, ഞാൻ അറിഞ്ഞ ആളാണ്, എൻ്റെ വലിയ കൂട്ടുകാരനാണ്, ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഓൻ്റെ വീടും തോടും എല്ലാവരും അത്ര കണ്ട് ബന്ധത്തിലാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം സൗണ്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് എത്ര മണിക്കൂർ നിങ്ങളെ പോലെ ഇരുന്നിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് സമയം പോകുന്നത് അറിയുന്നുമില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറച്ച് തലയും കൂടി ആട്ടിന്ന് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ റാഹത്ത്. ഹലോ സാർ, അതങ്ങനെയാണ്. നിങ്ങൾ ഈ പൂത്ത് വെച്ച ഇരുമ്പിന്റെ കമ്പം പോലെ ഇരുന്നുണ്ടെങ്കിൽ കണ്ടോറന്തി വിചാരിക്കും, അവർക്ക് ജീമില്ല മന്ന് വിചാരിക്കല്ലേ. അല്ല, അങ്ങനെ ഉണ്ട്, നല്ലൊരു വയൽ കേട്ടിട്ട് അങ്ങനെ ആയതുണ്ട്, പടി പോലെ ആയതുണ്ട്. അവരുടെ വയലാല് പലരും ചാകുന്നു. പിന്നെ നിങ്ങളെ അങ്ങനെ മനുഷ്യന്മാർ വിചാരിച്ചെങ്കിലേ. അള്ളാഹു താല അങ്ങനെ ഖൽബിലേക്ക് തറക്കുന്ന ഉപദേശമാക്കി അള്ളാഹു ഞങ്ങളെ ഉപദേശം മാറ്റട്ടെ. ഞങ്ങളെ ഇൽമിൽ അള്ളാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, നാളെ റബ്ബ് തആല നിങ്ങളോട് എന്നോട് പറയും, അല്ല മനുഷ്യ, ഞാൻ രോഗിയായി കിടന്നല്ലോ, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. ഫലം തഉദുനി, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ ഞാനും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കോലോ, പടച്ചോനെ നീ എങ്ങനെ രോഗിയാന്ന്, നീ എങ്ങനെ രോഗിയാന്ന്, നിനക്ക് എങ്ങനെ സുഖേട് പിടിക്കുന്നേ? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, നീ ജഗന്നാഥനല്ലേ, ജഗദീശ്വരനല്ലേ, നീ എങ്ങനെയാണല്ലാ രോഗിയാന്ന്? നീ രോഗിയാവലണ്ടാ, നീ എന്തീ പറയുന്നേ? ആ സമയത്ത് അല്ലാഹു പറയുന്നെന്തറിയാ, അതെ എന്റെ അടിമകളെ കൂട്ടത്തിൽപ്പെട്ട ഇന്നാലിന്ന മനുഷ്യന് രോഗിയായി കിടന്നല്ലോ, അവനെ നീ കണ്ടില്ലാലോ, അവനെ നീ സന്ദർശിച്ചില്ലാലോ, അവന്റെ രോഗവിവരം അന്വേഷിച്ചില്ലാലോ. അവിടെങ്ങാനും നീ പോയിരുന്നെങ്കിൽ, അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു. ഖാല റസൂലുള്ളാഹ്. അള്ളാഹ്ക്കുള്ള സേവനം ചെല്ലിങ് അതാണ്, അല്ലാണ്ട് നോമ്പ് ഇബാദത്തും നിസ്കാരം മാത്രമല്ല. പടച്ചറബ് പറയാ, ഇന്നാലിന്നൊരു മനുഷ്യൻ നിന്റെ പേരുടെ അപ്പത്തുള്ള ആള് ക്യാൻസറായി, ട്യൂമറായി, മുട്ടിന്റെ പല്ല പോയിട്ട് സുഖില്ലാണ്ട് കിടന്നിട്ട് കുറെ കഷ്ടപ്പെട്ടും പാവം ഉള്ള മുഖ്യമന്ത്രിന്റെ ആശ്വാസനിധിക്കും ഗവൺമെന്റിന്റെ ഇനിയെല്ലാം കടലാസ് എഴുതിയാൽ എന്തും കിട്ടോ എന്നിട്ട് ഇത്രയല്ല അല്ല തന്നിട്ട് പൂത്ത് വെക്കാനുള്ള പൈസ അല്ല നിനക്ക് തന്നിനി, എന്നിട്ട് ഞാൻ നിനക്ക് തന്നിനി ഒരു 10 റുപ്യ ആൾക്കൊരു മരുന്നിന് കൊണ്ടിട്ട് കൊടുത്തില്ല അല്ലെ. ഒരു വേള നീ അത് ചെയ്തിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. ചിന്തിക്കേണ്ട വിഷയമല്ലേ?
എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാ, എനിക്ക് ഭക്ഷണം വേണ്ടി വന്നോ, എന്റെ പള്ള വിശന്നോ, നീ എനിക്ക് ഭക്ഷണം തന്നില്ലാലോ. ഇത് ചോദിക്കുമ്പോ ഞാൻ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കോലോ, റബ്ബേ നീ എങ്ങനെ വിശക്കുന്നേ, നിനക്ക് വിശപ്പുണ്ട, നീ ലോകരക്ഷിതാവല്ലേ, കരുണക്കടലല്ലേ, നിനക്ക് വിശപ്പില്ലാലോ. ആ സമയത്ത് അല്ലാഹു പറയുകയാ, ഇന്ന മനുഷ്യന് പട്ടിണി കോലമായിട്ട് അവിടെ കിടന്നോ, നോമ്പ് തുറക്കാൻ ഗതിയില്ല, മരുന്നിന് വകയില്ല, മക്കളെ ഫീസ് കെട്ടാൻ കാശില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു വകയുമില്ല, അങ്ങനെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ എന്റെ അടിമ അവിടെ കിടക്കുമ്പോ നീ അവിടെ ചെന്നില്ലാലോ, അയാൾക്കൊരു പ്ലേറ്റ് ഭക്ഷണം കൊടുത്തില്ലാലോ. നീ അതെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാമായിരുന്നോ. ജനങ്ങളെ സേവിക്കുക എന്നത് വലിയ സേവനമാണല്ലോ, അല്ലേ? ജനസേവ, ജനാർദ്ദന സേവ അല്ല, അങ്ങനല്ലേ? മാനവ സേവ, മാധവ സേവ. നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ല, നിങ്ങൾ എന്തും കേട്ടിട്ടേ ഇല്ലമ്മ. ജനങ്ങളെ സേവിക്കുക എന്നത് അല്ലാഹുവിനുള്ള സേവനമാണ്, അവനുള്ള ഹിദമത്താണ്, അവനുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നാട്ടിലുള്ള പാവങ്ങളെ പരിഗണിക്കണോ, നാട്ടിലുള്ള യതീമീങ്ങളെ കണക്കിലെടുക്കണോ, നാട്ടിൽ കാണുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കണോ, അതിനെതിരെ ഒന്നിക്കണോ, അവരെ ബോധവൽക്കരണം നടത്തണോ. ഈമാനികമായ ഇസ്ലാമികമായ എല്ലാ ചുറ്റുപാടും ഉണ്ടാക്കണോ. ഞങ്ങളെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞതാ, നല്ല പഠിക്കാൻ മിടുക്കനായ കുഞ്ഞ്, പഠിക്കാൻ നല്ല ഉഷാറുള്ള കുഞ്ഞ്, എല്ലാ നിലക്കുള്ള കടിവും ശേഷിയും ക്ഷേമിഷിയുമുള്ള പൊന്നുമോൾ. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വല്ലാത്ത പ്രയാസമാണ്, ഞെരുക്കമാണ്. അതിന്റെ പേരിൽ അവളെ പഠിപ്പ് മുടങ്ങരുത്, അവന്റെ വിദ്യാഭ്യാസം മുടങ്ങരുത്. നാട്ടിലെ യൂത്ത് വിംഗുകാർ ശ്രദ്ധിക്കണേ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആംബുലൻസ് മേങ്ങിട്ട് മരത്തിനടിയിൽ വെച്ചങ്ങ് മതിയാവേല. ആംബുലൻസ് മേങ്ങുന്നതിനെക്കാട്ടും വലുതാണ് ഒരു പെൻസിൽ മേങ്ങിട്ട് കിടാൻ കൊടുക്കുന്നത്. ആംബുലൻസ് അല്ല മേങ്ങാനും എത്തിക്കണ്ട, മേങ്ങിനെങ്കിൽ അല്ലാഹു പോവാനും എത്തിക്കണ്ട. ആമീൻ ചൊല്ല്. പള്ളിന്റെ വർഗത്തുണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഇത് പോവാനും എത്തിക്കണ്ട. എന്നാലും അങ്ങനെ പോണ്ടി വരുന്നവർക്ക് പോകണമല്ലോ, പോണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ആംബുലൻസ് സേവനം, തെറ്റല്ല. ഇതേപോലെ ഒരു ആംബുലൻസ് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചോണ്ടുപോയി, സീറ്റിലിരുത്തിട്ട് എന്റെ എല്ലാ ദിവസം ബർക്കത്തിന് വേണ്ടി ദ്വാരക്കോണം. ഞാൻ എന്തൊന്ന് ദ്വാരക്കണ്ടേ? പഠിച്ചോനെ നല്ലോണം ആളയിലെ കൊണ്ടോനെ എന്ത് പീടിയ സൂപ്പർ മാർക്കറ്റ്, അത് എനക്ക് എന്തല്ല ഇപ്പൊ എന്തൊന്ന് ദ്വാരക്കണ്ടത്. പിന്നെന്താക്കുന്നത്? റബ്ബനാഥിനെ ആംബുലൻസ് അല്ല വലുത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. പരിശുദ്ധമാകപ്പെട്ട പള്ളിയുടെ ബർക്കത്തുണ്ട്. അല്ലാഹു ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കട്ടെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. ഇന്ന് 2-3 ആളെ വിഷയം കേട്ട് 2-3 ആള് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞപ്പോ 3 ആളും പറഞ്ഞത് ഡയാലിസിന്റെ കാര്യമാണ്. അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് സാധുക്കളായ പാവങ്ങളായ ഞങ്ങളല്ല കാക്കട്ടെ. നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കാക്കട്ടെ. നല്ല മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കാക്കട്ടെ. കറാമത്തുള്ള പള്ളിയുടെ ബർക്കത്ത് കൊണ്ടല്ല കാക്കട്ടെ. അപ്പൊ ജനങ്ങളെ സേവിക്കുക വലിയ കാര്യം. മംഗലം നടക്കുമ്പോ എല്ലാം കഴിഞ്ഞു ഓന്റെ പൈസക്ക് ഓൻ അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം നടത്തിട്ട് എല്ലാം ചെയ്യാൻ പാടാൻ കഴിയും. അല്ലോ സമൂഹം ഇപ്പൊ അതെല്ലാം ആക്കുന്നതിന് ഞങ്ങൾ എന്താക്കേണ്ടി? നിങ്ങൾക്ക് കുറച്ചെല്ലാം എന്തോ ആക്കാം. മോടെ അടുപ്പിൽ വെക്കുന്ന ബിരിയാണിന്റെ അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ആക്കാൻ കഴിഞ്ഞോളൊന്നില്ല. ഓന്റെ മണിയറിന്റെ ഉള്ളിൽ ചിലപ്പോ തുള്ളുന്നതിന് ഇതാക്കുന്നതിന് നിങ്ങൾക്ക് എന്താക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളൊന്നില്ല. എന്നാലും ചിലതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്തെന്ന് മുന്നേ അവനോട് പറയണം, ഇങ്ങനെ ഒന്നും പറ്റാല്ല. നിന്റെ നിക്കായെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം വേണം കടലാസ് തരാം, മുന്നേ തരാനാകുന്നില്ല. നോക്ക, നിന്റെ നിക്കാന്റെ ചേലും കോലെല്ലാം കാണട്ടെ. ഇനി മംഗളത്തിലെ കടലാസ് മാത്രമല്ല, ഇനി കടം കൊടുക്കുമ്പോഴും അങ്ങനെ ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മംഗളത്തിന് വേണ്ടി കടം വേങ്ങുന്നില്ലേ, പുതിയ അപ്പളയാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മംഗളത്തിനാണല്ലോ മനുഷ്യന്മാർക്ക് ആവശ്യം വരുന്ന പൈസ. അല്ല അധികം അള്ളാഹു തആല നമുക്ക് കട എത്തിക്കണ്ട. നിങ്ങൾ എന്നെ നോക്ക്, നിങ്ങൾ പോകുന്നവർ വരുന്ന നോക്ക്, നിങ്ങൾ എന്നെ നോക്കിപ്പോ അല്ലേ കടം കേൾക്കുമ്പോ ഇങ്ങനെയല്ലോ അങ്ങനെ പറഞ്ഞാ ഇങ്ങനെയല്ലോ അങ്ങനെ എത്ര വേണ്ടി നിനക്ക് കടോ? ഒരു 1.5 ലക്ഷം.
നിർത്താനായ നിർത്താനായ ചെല്ലി എന്തുകൊണ്ടെങ്കിൽ ചെല്ലിക്കോളി, പ്രശ്നമില്ല. ഇൻഷാല്ലാ സമയം എത്ര മണിയോളാം? ഇന്നലെ എത്ര മണിയോളുണ്ടായി? ഇന്നലെ വേ നിർത്തിയിട്ടുണ്ടാവില്ല. ഇന്ന് പറയാല്ല എത്ര മണിയോളല്ലേ? എപ്പോഴും അങ്ങനെ ഇന്നലെ അങ്ങനെ ഉണ്ടായി, എത്ര മണിയോളം ഉണ്ടായി? ഞാൻ വേ നിർത്തുന്നില്ല അല്ലേ, കേട്ടെ 11 മണിയോളുണ്ടായല്ലോ. ഒരു 11 പോവായിരിക്കും. അത്ര ഒന്നും വേണ്ട, മനുഷ്യന്മാർക്ക് പഠിച്ചലാന്ന് വേണ്ട. ബേ ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് ചന്താക്കണോ, ബെൽത്താക്കിയിട്ട് ബെൽച്ചലാക്കണം. ഇന്ന് നാളെ സാർ ഇത് എപ്പോഴും പോകണം സാർ. ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ എല്ലാം ചെയ്യാൻ കഴിയില്ല, എന്നാലും നമുക്ക് ചിലതെല്ലാം ചെയ്യാൻ കഴിയും. കടം കൊടുക്കുമ്പോൾ വരെ നമുക്ക് കൺട്രോൾ ആക്കാൻ കഴിയും. കടം കേൾക്കാമെന്ന് കൊടുക്കണല്ലേ മനുഷ്യന്മാർ. കടം അവർക്ക് ഒരു ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ചോദിക്കുന്നത് അല്ലേ? കടം കൊടുക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. 2 വട്ടം നീ ഒരാൾക്ക് കടം കൊടുത്താൽ 1 വട്ടം സദക്ക കൊടുത്ത കൂലിയാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇന്നിപ്പാ കൊടുത്ത സദക്കാന്റെ കൂലിയെല്ലാം ഈ ചങ്ങായി മേങ്ങിയിട്ട് ഓന്റെ ഉമ്മക്കും ബാപ്പക്കും വെട്ടിടിച്ചിട്ട് ഞങ്ങൾ കൂലി പോയി. ഓൻ കടമേങ്ങിട്ട് കൊണ്ടുപോയോ? ഓൻ ചെല്ലി എന്തെന്ന് ഉമ്മാന്റെ കൗത്താണ്, നാളെ 3 മണിയാകുമ്പോൾ എത്തിയിട്ടായി. മക്കത്തെ പള്ളിയാണോ മദീനത്തെ പള്ളിയാണോ? ഓന് പള്ളി പിടിക്കാൻ ബാക്കിയില്ല. ആ പൊളിഞ്ഞിട്ട് പോകാനോണ്ട് ബാബരി മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാ പള്ളി തൊത്തി പിടിച്ചു. അങ്ങനെ പോയോ 3 കൊല്ലം ഈ ഭാഗത്തേക്കില്ല. ഇതാണ് കടം കൊടുക്കുന്നതിന് മനുഷ്യന്മാർക്ക് എന്ത് ബേജാറ്? കടം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഒരു മനുഷ്യന്റെ കാര്യം എളുപ്പത്തിൽ ഞങ്ങളെ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതിനേക്കാളും വലിയൊരു ആത്മസുഖം വേറെന്ത്? പക്ഷെ ചില മനുഷ്യന്മാർ ഇങ്ങനെ തറപ്പണി ചെയ്യണമെങ്കിൽ അവിടെയാണ് ബേജാറാണ്, അവിടെയാണ് മനുഷ്യൻ ബേജാറാണ്. അള്ളാഹു ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുമുണ്ട് കിട്ടാനുമുണ്ട്. അള്ളാഹു കറാമത്തുള്ള പള്ളിയുടെ ബർക്കത്തുമുണ്ട്, നല്ലവർ സുജൂദിട്ട പള്ളിയുടെ ബർക്കത്തുമുണ്ട്, നല്ലവർ മറവട്ട് കിടക്കുന്ന പരിസരമുള്ള പള്ളിയുടെ ബർക്കത്തുമുണ്ട്. കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും അള്ളാഹു നല്ല മനസ്സും ഹലാലായ വഴിയും എളുപ്പത്തിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ മംഗളത്തിന് വേണ്ടിയിട്ട് ഈ ചങ്ങായി അവിടെ പൊടി പാറ്റാനാണ് ഈ കടമേങ്ങാൻ വരുന്നത്. ഓനെ അപ്പുറത്ത് വല്ല മുതലാളിയില്ല, റബ്ബർ തോട്ടമുള്ള മുതലാളി, ഓൻ പൊടി പാർച്ചിന് മംഗളത്തിന്, എൻ്റെ മോളെ മംഗളത്തിന് എന്തോ ആടിൻ്റെ തോട്ടെ 5 നടു എല്ലാം വെച്ചിട്ട് 3/4 അംശം കൊണ്ടിട്ട് തോട്ടിലേക്ക് എറിഞ്ഞ വയ്യ. ഒരു ടേബിളിൽ വെച്ചതാണ് 30 ആൾക്ക് വയ്ക്കാനുള്ള ഫുഡ്. ഒരു ടേബിളിൽ ഇരുന്ന് 8 ആളെ ബാരൽ ഇത്രയല്ലേ? നീ ആടെ കപ്സിന്റെ കുപ്പിയും ഹെന്നന്റെ കുപ്പിയും ആടിന്റെ തലയും കോയിന്റെ ബോട്ടിയും വെച്ചിനെങ്കിൽ പോന്തല്ല ഒരാടത്തക്കല്ലേ? അതിനത് വേറെ ജാഗണ്ട. ഇത് പോന്നല്ല ഒരാടത്തക്കന്നല്ലേ? ആട്ട് സാരില്ല, ഇനി എന്തു പോയാലും എല്ലാം കാലിയാവോ? നേരെ പകുതിയല്ല 3/4 പകുതിയും കൊണ്ടുപോയിട്ട് ചാടിയത് വേസ്റ്റ് കൊട്ടയിലേക്കാണ്. എത്ര നല്ല ഭക്ഷണങ്ങൾ നാളെ വിടുവോ? ഇത് നിന്റെ പൈസന്റെ അഹങ്കാരല്ലേ? അല്ലേ? എന്നാ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ചങ്ങായും ആരി ഈ ഗണേഷ് വീടി വലിക്കാൻ കതിയില്ലാത്ത സുലൈമാനും അല്ല നിങ്ങൾ നോക്കിയിരുന്നേ ഓനും അതേപോലെ ആക്കണോ? അല്ലെങ്കിൽ AC കല്ലേ നാട്ടിൽ ഇജ്ജത്ത് കേട്. കാരണം ഓനുണ്ട് കുറെ ചങ്ങായിമാർ. പിന്നെന്താക്കത്? ഇപ്പൊ എല്ലാത്തിനും കുറഞ്ഞ ഓനാക്കണ്ടേ ഞാനും ആക്കണ്ടേ, എല്ലാവരും അങ്ങനല്ലേ? നാടോടുമ്പോ നടുവേ ഓടണമെന്നല്ലേ? അല്ലേ? സൈഡിലോടിങ്ങോ എത്താതിരിക്കല്ല, നടുവിൽ തന്നെ വായണമെന്നൊന്നുമില്ല. അങ്ങനെ എന്താക്കുന്ന സാരല്ല കേട്ടാ. ഓന്റെ രാസല്ലമ്മ ബെടക്കാക്കണ്ട, ചന്താക്ക് എപ്പം ഒന്നല്ല മങ്ങാലോ നടക്കട്ടെ. ഇപ്പൊ എന്ത് വിഷയം എന്ത്? അല്ല അങ്ങനല്ല, ഒരു 1.5 ലക്ഷം രൂപ കടം വേണ്ടി ഒക്കെ ഇൻഷാ അല്ലാഹ് നോക്കാം. എന്നാ കാപ്പറലാക്കാം. പക്ഷെ ഇപ്പൊ തരുന്നില്ല. നിന്റെ മങ്ങലെല്ലാം നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, ചന്തത്തിൽ നടക്കട്ടെ. നിനക്ക് എത്ര വേണ്ടി? 1.5 ലക്ഷം അല്ലേ? ആ 1.5 ലക്ഷം ഞാൻ ഞാൻ കടം തരാം. എന്റെ ബില്ലും കാര്യമില്ല. അല്ല കഴിഞ്ഞിട്ട് ഇപ്പല്ല എന്തേ നോക്കണം. നീ എന്താ ആക്കുന്നട? നീയുടെ DJ ആക്കുന്നയാ, ഓനെ കൊണ്ടൊരു പാട്ട് വെപ്പിക്കുന്നയാ, തുള്ളിക്കുന്നയാ നോക്കണം. ഈനെല്ലാക്കിയിട്ടാണ് എന്റെ കടമ. എങ്ങനെ ഞാൻ തരുന്നില്ല. ഇത് പറയാനുള്ള നട്ടല്ലേ നമുക്ക് വേണം. അപ്പോഴാണ് അവർ നന്നാവുക, നമ്മൾ നന്നാവുക. നീ കടം കൊടുത്തിട്ട് ഓൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ട് പാപ്പവാരും നീയും അനുഭവിക്കേണ്ടി വരും. അല്ല ഉസ്താദ് ഓൻ ഇങ്ങനെല്ലാക്കുന്നിട്ട് എനിക്ക് അറിയാലേ. ഇനിയിപ്പോ കാലം അങ്ങനല്ലേ? എന്നെ അറിയാൻ എന്തുള്ള സ്കാനിങ് ആക്കണം പോയിട്ട്, എന്നെ അറിയാൻ എന്റെ ആക്സിഡന്റ് എടുക്കണം പോയിട്ട്. ഇത് ഞങ്ങൾ കമ്മിറ്റിക്കാരും നാട്ടുകാരും അതിനെന്താ ചെല്ലിയ ഉസ്താദ് അവിടെ ഇങ്ങനെ ചെന്ന് കേൾക്കുന്നു. ഉസ്താദ് അവരുണ്ടല്ലോ ഓറുണ്ടല്ലോ, പിന്നെ അവരെല്ലാം വരുന്നല്ലോ, എന്തെല്ലോ ഉണ്ടല്ലോ, ഫിലിം നടിമാരെല്ലാം വരുന്നല്ലോ. ഇന്നൽ ജാവന്നെ കുറെ ഒരു 10-31 ലക്ഷം റുപ്യന്റെ വെടിയും പട്ടാക്കിയെല്ലാം പൊട്ടിച്ചിനല്ലോ. ഉസ്താദ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളും മുക്കുറിക്കാവും പോണ്ട. എടക്ക് പോണ്ട, മങ്ങാൽത്തിന് പോണ്ടാൻ ചെല്ലിയിട്ട് വന്ന് സെക്രട്ടറിയും പ്രസിഡന്റും പോയിട്ട് പൊക്കിളി ബിരിയോളം തിന്നിട്ട് വന്നെടുക്കും. എന്നിട്ട് ഉസ്താദിന്റെ റൂമിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദ് പല്ലിന്റെ ഇടക്ക് ഗോൾഡ് ഇട്ടിട്ട് ഉസ്താദ് ബിരിയാണി
ഓർഭട്നി ഇപ്പൊ ആടത്തെ 2 പറ്റ ചോറ് ഓർ കിട്ടിന് എന്താ കൈ കട്ടിയില്ല. ഇതാ നമ്മളെ നാട്ടിൽ നിയന്ത്രണം. തെറ്റുകൾ കാണുമ്പോ ഞങ്ങളുടെ ഒന്നിക്കണം, അവനെ ഒറ്റപ്പെടുത്തണമെന്നല്ല, അവരെ ഉപദേശിക്കണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ബോധിപ്പിച്ചു കൊടുക്കണം, സ്നേഹത്തോടെ അവരെ ഉണർത്തണം, അവരെ അകറ്റണ്ട, അവരെ ആട്ടണ്ട, അവരെ റിമൂവ് ചെയ്യണ്ട, അവരെ ലെഫ്റ്റ് ആക്കണ്ട, അവരെ ഔട്ടാക്കണ്ട, അവരെ പടിക്ക് പുറത്തിടണ്ട. അടുപ്പിച്ചോ, ഉപദേശിച്ചോ, ചേർത്ത് പിടിച്ചോ, ഉപദേശിച്ചോ. എല്ലാ നന്മയുടെ കാര്യങ്ങളിലും പരസ്പരം സഹായിച്ചോ. വതാബനു അലൽ ബിർരി വത്തഖ്വാ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മകളിൽ പരസ്പരം സഹായിച്ചോ. കൊടുത്തിട്ട് മേങ്ങിയിട്ട് കൂടിയിട്ട് ഇരുന്നിട്ട് ചൊല്ലിയിട്ട് പറഞ്ഞിട്ട് പരസ്പരം നിങ്ങൾ സഹായിച്ചോ, നല്ല കാര്യങ്ങൾക്ക് സഹായിച്ചോ. വലാ തആവനൂ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. തെറ്റായ കാര്യങ്ങൾക്ക്, അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾക്ക്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ സഹായിക്കല്ലേ. അത് തെറ്റാണ്, അത് മഹാപാപമാണ്. എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും, ചില പാപങ്ങൾ അല്ലാഹു പൊറുക്കേല. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. 7 സന്തോഷങ്ങള് അതും പൊറുക്കും, പൊറുക്കലാന്നല്ല, പക്ഷേ കുറെ പണിയുണ്ട്. 7 സന്തോഷങ്ങൾ പൊറുക്കാൻ, പിന്നെയും പൊറുക്കും, എന്നാലും ശിർക്ക് പൊറുക്കാൻ. ബാക്കി ഏത് തെറ്റും അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ട് പടച്ചോനെ ആയിപ്പോയി, ഞാനൊരു മനുഷ്യനല്ല, ഒരു സാധുവല്ലേ, സാഹചര്യം ചുറ്റുപാകെല്ലാം അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ആയിപ്പോയി റബ്ബേ, എനിക്ക് സഹാബികളെ ഈമാനും ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാരെ ഈമാനൊന്നും ഇല്ലാലോ, ഞാനൊരു പാവാണല്ലോ, വന്നുപോയി, നീ പൊറുക്കണം തമ്പുരാനെ എന്ന് പറഞ്ഞെന്ന് കണ്ടെങ്കിൽ ആ പറച്ചിലിനെക്കാളും വലിയൊരു ഇഷ്ടം അള്ളാഹ്ക്ക് വേറെയില്ല. അള്ളാഹ് അത്ര കണ്ട് ഞങ്ങളുടെ സ്നേഹമുള്ളവനാണ്, അത്ര കണ്ട് അള്ളാഹ് കാരുണ്യവാനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബാല്യക്കാരൻ കരഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ഉമർ ഖത്താബ് തങ്ങളെ നബിയോട് പോയിട്ട് പറഞ്ഞു, നബിയേ, ഇമാം ഗസാലി തങ്ങളെ മുക്കാശഫ് എന്ന തന്റെ കിതാബിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. പേജ് നമ്പർ പറയുന്നില്ല അല്ലേ, നാളെ എനിക്ക് ക്ലിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടന ക്ലിപ്പ് ഇല്ലേ? ഇവിടെ ആരും കണ്ടിട്ടില്ല തോന്നല്ലേ? എവിടെ 1362 ബുഖാരിന്റെ ഹദീസ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ന് പറയേണ്ടടുത്ത് 1312 ബുഖാരി പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു തൊട്ട് നായിപ്പോയി. അതായത് 1362 എന്ന് പറയേണ്ടത് 1312 നായിപ്പോയി. അത്ര വേറെ എന്തായിട്ടില്ല, സംഗതി ബുഖാരി തന്നെയാ, അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് തന്നെയാ. أن عليا كنا في جنازة بقيع الغرقد فأتانا رسول الله وقعدنا حوله. ബുഖാരിന്റെ ഹദീസാ. യാ റബ്ബേ, ഈ നമ്പറിലുള്ള അപ്പുറപ്രായക്ക് പിറ്റേന്ന് വന്നല്ലേ നമ്മളെ പുത്തൻവാദിന്റെ കളിപ്പ്. കേട്ടില്ലേ? അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, അവർക്കും ഞങ്ങൾക്കും അള്ളാഹു ബോധം നൽകട്ടെ, ഞങ്ങൾക്ക് അള്ളാഹു നല്ല ഓർമ്മശക്തി നൽകട്ടെ. പരിശുദ്ധമായ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലായി ആ കിടക്കുന്ന നല്ല മനുഷ്യന്മാർ ജീവിച്ച, ഈമാനിലും ഇസ്ലാമിലുമായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പറയുന്ന ചരിത്രം ഇമാം ഗസാലി തങ്ങളെ മുക്കാശഫ എന്ന കിതാബിലുണ്ട്. അതായത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ബാല്യക്കാരൻ പാഞ്ഞു വന്നിട്ട് അവിടെ നിൽക്കുന്നു, കരയുന്നു. കുറെ നേരമായി അയാൾ തലതാത്തിട്ട് വല്ലാത്ത കരച്ചല. മുസ്തഫായ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഒരു ബാല്യക്കാരൻ അവിടെ കരയുന്നു നബിയേ. എന്താണെന്ന് ചോദിക്കുമ്പോ പറയുന്നില്ല നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അയാളെ ഉള്ളിലേക്ക് വിടാൻ പറഞ്ഞു. പന്നാര നബി തങ്ങളെ തിരുഹദ്റത്തിൽ അയാളെ കൊണ്ടുവരപ്പെട്ടു. അവിടെ ചെന്നപ്പോ എന്തിനാ കരയണത് എന്ന് ചോദിച്ച നേരത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാ, നബിയേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ. ആ തെറ്റിന്റെ പേരിൽ ഞാൻ ഇന്ന് വല്ലാത്ത പേടിയിലാണ്, ബേജാറിലാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ തെറ്റ് ഏതാണെങ്കിലും അല്ലാഹു പൊറുക്കും കേട്ടോ. ഖാലിസായ തൗബ, ക്ലിയർ
ക്ലിയറായ തൗബ, കരകളഞ്ഞ തൗബ, എല്ലാം കൊണ്ടും ഏറ്റുപറഞ്ഞിട്ട് അല്ലാഹുവോട് ദുആ നിന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കും കേട്ടോ, നിന്റെ പാപം അല്ലാഹ് പൊറുക്കും കേട്ടോ. ബേജാറാവണ്ട, കരയണ്ട, ദുആരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ ബാല്യക്കാരൻ പറഞ്ഞു, ഇല്ല നബിയെ, എന്റെ തെറ്റ് നിങ്ങൾ വിചാരിച്ച പോലല്ല നബിയെ, ഞാൻ വലിയ തെറ്റാ ചെയ്ത നബിയെ. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അള്ളാന്റെ അർശനെക്കാട്ടും വലുതാ നിന്റെ തെറ്റ്? ചെറുപ്പക്കാരൻ പറഞ്ഞു, അതേ നബി, അതിനേക്കാളും വലുതാണ്. അള്ളാന്റെ കുർശിനേക്കാളും വലുതാ നിന്റെ തെറ്റ്, അതിനേക്കാളും വലുതാണ് നബി. അള്ളാന്റെ റഹ്മത്തിനേക്കാളും വലുതാ നിന്റെ തെറ്റ്, റബ്ബി അഅ്ലമു യാ റസൂലല്ലാഹ്, അതിനേക്കാളും വലുതാണ് നബിയെ എന്റെ തെറ്റ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൂല, അള്ളാന്റെ റഹ്മത്തിനേക്കാളും നിന്റെ തെറ്റ് വലുതാവേ ഇല്ല, അള്ളാന്റെ റഹ്മത്ത് തന്നെയാണ് വലുത്. നീ അങ്ങനെ ബേജാറാണ്ട, എന്ത് നിന്റെ തെറ്റ്? ആ തെറ്റൊന്ന് പറഞ്ഞേ നോക്കട്ടെ, കേക്കട്ടെ, ഇത്ര വലിയ തെറ്റാണ് നീ പറഞ്ഞു നോട്ടെ, എന്ത് തെറ്റ്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ എനിക്കെന്തു പണിയില്ല, ഞാനിങ്ങനെ മദീന നാട്ടിൽ ജീവിക്കുന്നവനാണ്, പരിസരത്ത് ജീവിക്കുന്നവനാണ്, എന്റെ പണി എന്തോ അറിയാം നബി? മറമാടപ്പെട്ട മയ്യത്തിനെ തോണ്ടിയിട്ട് അതിലുള്ള കഫൻ തുണിനെ കഴുകിയിട്ട് പിറ്റുന്നോണ്ടിട്ട് വിൽക്കുന്ന പണിയാണ്. കട്ടിട്ട് കച്ചവടാക്കുന്ന. എന്ത് കട്ടിട്ട്? എന്ത് കട്ടിട്ട്? റബ്ബർ ഷീറ്റും കൊപ്പരയല്ല, മറമാടപ്പെട്ട മയ്യത്തിന്റെ കഫൻ തുണി കക്കലാണ് എന്റെ പണി. കാലങ്ങളേറെയായി നബിയെ ഈ പാപം ഞാൻ ചെയ്യുന്നു. ഇന്നലെ ഒരു നല്ലൊരു മുഞ്ചത്തിയായ ബാല്യക്കാരത്തിയായ ഒരു പെണ്ണ് മരിച്ചല്ലോ നബിയെ, അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് മരണപ്പെട്ടല്ലോ നബിയെ. തരുണിയായിരുന്നു, സുന്ദരിയായിരുന്നു, സുമുഖിയായിരുന്നു, എല്ലാം കൊണ്ടും ഭക്തയായ തഖ്വയുള്ള പെണ്ണായിരുന്നു, മദീനക്കാരിയായ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ്. അവൾ ഇന്നലെ മരിച്ചോ, മയ്യത്ത് മറമാടുന്നു. ശോകമുഖമായ അന്തരീക്ഷത്തിൽ ആ നാട്ടുകാരും വേണ്ടപ്പെട്ടവരും അവിടെ ദുഃഖത്തോടെ ദുഃഖഭാരത്തോടെ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുമ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നു നബിയേ. പെണ്ണിന്റെ മരമാടൽ കർമ്മത്തിലും ഞാനും മുന്നിലായിരുന്നു നബിയേ. എന്തിനറിയാ, കബറടക്കുമ്പോ ഞാനും മുന്നിൽ എന്നെ നബിയെ. ആ പെണ്ണിന്റെ കബറിന് അടയാളം വെക്കാൻ രാത്രി പറഞ്ഞല്ലോ, രാത്രി തോണ്ടണ്ടേ, എന്നിട്ട് കഫൻ തുണി കക്കണ്ടേ. ഞാനും അവിടെ ആരും അറിയാത്ത പോലെ ഉണ്ടായിരുന്നു നബിയേ. അങ്ങനെ ഞാനതാ മയ്യത്ത് മറമാടുന്നതിൽ സംബന്ധിച്ചോ, മയ്യത്ത് കൊണ്ടുപോയിട്ട് മറമാടി എല്ലാത്തിലും ഞാൻ സജീവമായി പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടുകാർ നാട്ടുകാർ കൊട്ടും പിക്കാസും മൺവെട്ടിയും ചട്ടിയും എല്ലാം അവിടെ വെച്ചിട്ട് മടങ്ങുകയാണ്. ഖബറടക്കം കഴിഞ്ഞു നബിയേ. അന്ന് രാത്രി അതാ എല്ലാവരും ഉറങ്ങുന്നു. ഗാഠനിദ്രയിലാണ്, ലോകനിദ്രയിലാണ്, നാട് നിദ്രയിലാണ്, എല്ലാവരും ഉറക്കിലാണ്. ആ മുഖമായ അന്തരീക്ഷത്തില്, ഇരുട്ടിന്റെ മറവില് ഞാനതാ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് ചെന്നു നബിയേ. ഈ പെണ്ണിന്റെ മയ്യത്ത് ഞാനതാ ഖബർ തോണ്ടുന്നു നബിയേ. പെണ്ണിനെ മൂടിയ കഫൻ തുണി ഞാൻ ഉരിഞ്ഞെടുത്തു നബിയേ. എല്ലാം എടുത്തിട്ട് ഞാനങ്ങ് പുറത്തേക്ക് വരുമ്പോ പെണ്ണിനെ നല്ല ലംഘിയിട്ട് കാണുന്ന നബിയേ, ചന്തമുള്ളവളായിട്ട് കാണുന്ന നബിയേ, പണ്ടുള്ളതിനേക്കാളും ചേലായിട്ട് കണ്ടപ്പോ നബിയേ എന്റെ തടിക്ക് ശൈത്താൻ കൂടി നബിയേ. അവിടെ സംഭവിക്കാത്തത് മയ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു നബിയേ. എന്റെ തെറ്റ് വലിയ തെറ്റായി പോയി നബിയേ. കഫൻ തുണി കട്ടത് മാത്രമല്ല, മയ്യത്തിനെ വ്യഭിചരിക്കേണ്ട ഒരവസ്ഥ ഈ ഹതഭാഗ്യനുണ്ടായി നബിയേ എന്ന് നബിയുടെ മുമ്പിലെ പറഞ്ഞ നേരം റസൂലുള്ളാഹി തങ്ങൾ അവന്റെ പരടി പിടിച്ചിട്ടൂന്തിയിട്ട് പറഞ്ഞു, നീ നരകത്തിലല്ലെങ്കിൽ പിന്നെ ആരടോ നരകത്തില്? പോയിവിടുന്ന എന്ന് പറഞ്ഞിട്ട് അവനേതാ പുറത്താക്കുന്നു. അവനങ്ങനെ പോവുകയാണ് വിഷമത്തോടെ, ബേജാറോടെ. സുബ്ഹാനല്ലാഹ്. പിന്നീട് കാലങ്ങളേറെ അയാൾ മലഞ്ചെരുവിൽ സുജൂദിലായിരുന്നു, ദുഃഖത്തോടെ കരയുകയായിരുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ ദുആരക്കുകയായിരുന്നു. അങ്ങനെ കഴിയുന്നതിന്റെ ഇടയിൽ അതാ മഹാനായ ജിബ്രീൽ ഇറങ്ങുന്നു. മഹാനായ ജിബ്രീൽ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുന്നു നബിയേ. അയാൾ ചെയ്തത് മഹാ തെറ്റാണ്, ഘോരപരാധമാണ്, വലിയ തെറ്റന്നെയാണ്. എന്നാലും അല്ലാഹുവിന്റെ അടുക്കൽ അത് മാപ്പർഹിക്കുന്നതാണ്, അത് പൊറുക്കപ്പെടുന്നതാണ്. അയാളെ ഖേദം,
അയാളമടക്കോ അയാളെ കണ്ണുനീര് അതല്ലാന്റെ അടുക്ക വില പറയാൻ കഴിയാത്തത്രയുള്ളതാണ്. അതുകൊണ്ട് നബിയേ അയാളെ വിളിച്ചിട്ട് പറയണം നബിയേ അയാൾക്ക് പുറത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അയാളോട് വരാൻ പറയുന്നു. റസൂലുള്ള സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നു. അയാൾ ദുആരക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പടച്ച റബ്ബേ എന്റെ പാപങ്ങൾ നീ പുറത്തിട്ടുണ്ടെങ്കിൽ മുത്തുനബി തങ്ങൾക്ക് നീ പിന്നെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. എന്റെ പാപം പുറത്തിട്ടുണ്ടെന്ന്. എനിക്ക് നീ പുറത്തിട്ടില്ല, എന്റെ പാപം ഞാൻ ചെയ്തത് ശരി തന്നെയാണ്, നീ പുറത്തിട്ടില്ല എന്നാണെങ്കിൽ തീമഴ ഇറക്കിയിട്ട് എന്നെ നീ ഇവിടെ കരിക്കണം, എന്നെ നീ നശിപ്പിക്കണം. എന്റെ പാപം പുറത്തിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾക്ക് നീ മെസ്സേജ് അയക്കണം. എന്നാ ചെറുപ്പക്കാരൻ എപ്പോഴും ദുആരക്കുമായിരുന്നു കരഞ്ഞിട്ട് അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് അല്ലാഹു പുറത്തു നബി തങ്ങളോട് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ ആ സന്തോഷ വൃത്താന്തം ചെറുപ്പക്കാരനെ അറിയിച്ചോ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ ദിവസങ്ങൾ കഴിയുന്നതിന്റെ ഇടയിൽ തൗബ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു. പറഞ്ഞു വന്നത് ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിലേക്ക് മടങ്ങിക്ക, മഹാന്മാരുടെ ചാരത്ത് ചെന്ന് ദുആരുന്ന ശഅബാൻ മാസത്തെ മുതലാക്കിക്ക. ശഅബാനു ശഹരി ശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹ്